ഹായ് മക്കളെ, എല്ലാവർക്കും എജ്യൂപോർട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം എൻ്റെ എല്ലാ മക്കളും എക്സാമൊക്കെ എഴുതിയ ക്ഷീണത്തിൽ വന്നിരിക്കുകയായിരിക്കും അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു മക്കളെ എക്സാം? നന്നായിട്ട് എഴുതിയോ? ഇംഗ്ലീഷ് ആയിരുന്നില്ലേ ഇന്ന്? നന്നായിട്ട് തന്നെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മക്കളെ, നാളെ നമ്മുടെ ഹിന്ദിയുടെ എക്സാമാണ് അല്ലേ? അപ്പോൾ ഇത്രയും ദിവസം ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു, മിസ്സേ ടൈം കിട്ടുന്നില്ല, അടുപ്പിച്ചാണ് എക്സാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ചിരുന്നു. എൻ്റെ മക്കളോട് എനിക്ക് ഇത്ര മാത്രമേ പറയാനുള്ളൂ, ഒന്നും കൊണ്ടും നിങ്ങൾ ടെൻഷൻ ആവേണ്ട. കാരണം നാളെ 9:30-ക്കാണല്ലേ നമ്മുടെ എക്സാം. അപ്പോൾ ഇനിയും ടൈമുണ്ട്, ഇത്ര ആയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും നമുക്കൊന്ന് ഓടിച്ചിട്ടൊന്ന് പോവാം. ഓക്കെ, അപ്പോൾ എത്ര ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് എൻ്റെ മക്കൾക്ക് അറിയോ? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന്? എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് മക്കളെ? നമുക്കറിയാം എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്. യെസ്, ഇത്രയും ചാപ്റ്റേഴ്സാണ് നമ്മുടെ ഈ ഒരു എക്സാമിന് നിങ്ങൾക്കുള്ളത്. ഓക്കെ, ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഞാനില്ലടാ നിങ്ങളുടെ കൂടെ എപ്പോഴും എജ്യൂപോർട്ട് ഉണ്ടടാ, കൂടെ ഞാനുണ്ട്. നിങ്ങൾ ഒരിക്കലും ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഓക്കെ. അപ്പം മക്കളെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ഇത്ര ചാപ്റ്റേഴ്സും കാര്യങ്ങളും എല്ലാ ചാപ്റ്റേഴ്സും ഒന്ന് ഞാൻ പിന്നെയും പറയട്ടെ മക്കളെ, എന്ത് ചെയ്യുന്നില്ല, നമ്മൾ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ക്വസ്റ്റ്യൻ ആൻസേഴ്സും അതിൻ്റെ എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്നുമല്ല നമ്മളിന്നിപ്പം നോക്കാൻ പോകുന്നത്. എല്ലാ ചാപ്റ്റേഴ്സും ഇപ്പം എല്ലാവർക്കും അതാണ് ആവശ്യം ഈ സമയത്ത്. കാരണം ഒരു ചാപ്റ്റേഴ്സ് ഒന്നും അറിയില്ല മിസ്, എന്തെങ്കിലും ഒന്ന് ആ ചാപ്റ്റേഴ്സിനെ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ? ഒരു റിവിഷൻ പോലെ, അല്ലെങ്കിൽ റിവൈസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒന്ന് ചെറുതായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ ഒന്ന് തരുമോ എന്നുള്ളത് ഒരുപാട് കുട്ടികൾ മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ കൂടെ എജ്യൂപോർട്ട് ഉണ്ടടാ, എപ്പോഴും ഞാനും ഉണ്ട്. അപ്പോൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എല്ലാ ചാപ്റ്റേഴ്സും നമുക്കൊന്ന് ഓടിച്ചു പോവാം. ഓക്കെ, വരൂ. അപ്പം നമുക്കറിയാം ഈ ഒരു എക്സാമിന്, ക്രിസ്മസ് എക്സാമിന് നമുക്ക് മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയുണ്ട് മക്കളെ. അപ്പം നമുക്കറിയാം നമ്മുടെ ഈ ചാപ്റ്റർ, അതായത് +2 ക്ലാസ്സിൽ ഫസ്റ്റ് ചാപ്റ്ററാണ് മാതൃഭൂമി. മക്കളെല്ലാവരും ശ്രദ്ധിക്കുക, നല്ല ഉഷാറോട് കൂടി ഇരിക്കുക. കാരണം എക്സാമിങ് അടുത്തെത്തി. അപ്പം എന്തൊക്കെ എക്സാമിന് ഏതൊക്കെ ചാപ്റ്റേഴ്സാണ് ഉള്ളത്, അതിന് എത്ര മാർക്കിന് എന്തൊക്കെ ക്വസ്റ്റ്യങ്ങൾ അതിൽ ചോദിക്കും, ജസ്റ്റ് ഒന്ന് കേട്ടോ, ഏതൊക്കെയാണ് അതിൽ ചോദിക്കുക എന്നുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതേപോലെ തന്നെ എല്ലാ റിവിഷൻ, അതായത് ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമ്മൾ എപ്പോൾ ഡിസ്കസ് ചെയ്യും? നമ്മളിന്ന് 6:30 മണിക്ക് ഡിസ്കസ് ചെയ്യും. മിസ് ലൈവുമായി നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ മറക്കരുത് മക്കളെ, നിങ്ങളെല്ലാവരും ഫ്രണ്ട്സിനൊക്കെ കൂട്ടിക്കൊണ്ട് ഷെയർ ചെയ്യലും, അതേപോലെ നിങ്ങളുടെ അറിയാത്ത കാര്യങ്ങളൊക്കെ, എന്തൊക്കെ ഡൗട്ടും കാര്യങ്ങളുണ്ടോ ഒന്നും നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കരുത്, അപ്പം മിസ്സിനോട് ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത് നമ്മൾ 6:30-ക്ക് ഡിസ്കസ് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രം ഉദ്ദേശിക്കുന്നുള്ളൂ. ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ചെറിയൊരു, അതായത് എന്തൊക്കെയാണ് ആ ചാപ്റ്റേഴ്സ്, എന്താണ് അതിൻ്റെ മീനിങ് എന്ന് മാത്രമേ മിസ്സ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇത്ര മാത്രമാണ് കേട്ടോ. അപ്പോൾ ഓക്കെ മക്കളെ, മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണ്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് മനസ്സിലാക്കണം? ഓരോ ചാപ്റ്റേഴ്സും പഠിക്കുന്ന സമയത്ത് അത് ഏത് വിധിയാണെന്ന് എൻ്റെ മക്കൾ മനസ്സിലാക്കണം. കാരണം ഇത് എക്സാമിനുണ്ടാവും. ഇങ്ങനെ ചോദിക്കും, മാതൃഭൂമി കിസ് വിധ കി രചന ഹേ. അപ്പം എന്തെഴുതാം? യെസ്, കവിത എന്ന് എഴുതാം. ശരിയല്ലേ? അടുത്തത് ആരാണ് എഴുതിയതെന്ന് എഴുതണ്ടേ അല്ലേ? കിസ്കി കവിത ഹേ. യെസ്, മൈഥിലി ശരൺ ഗുപ്തജിൻ്റെ. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കാം മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാ ചാപ്റ്ററിൽ നിന്നും വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ്, 1-2 മാർക്കിന് ഷുവറാണ്. ഇന്ന ചാപ്റ്ററിൽ നിന്ന് മാത്രമേ ചോദിക്കുന്നുമില്ല മക്കളെ. നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക, 1-2 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും മസ്റ്റാണ്. അപ്പോൾ പിന്നെ നമുക്കറിയാം, കവിതയായാലും എന്തുണ്ടായിരിക്കും? ആസ്വാദം ടിപ്പണി ഉണ്ടാവും, അതും ചോദിക്കും. എത്ര മാർക്കിന്? 6-8 മാർക്കിന് ചോദിക്കും. കഴിഞ്ഞ എക്സാമിനൊക്കെ നമ്മുടെ ഈ നീലാംബർ പരിധാൻ ഹരിത തട്ടുപർ സുന്ദർ ഹേ അല്ലേ, മാതൃഭൂമി കവിത നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പം അത് കുറച്ച് വരികൾ തന്നിട്ട് 8 മാർക്കിൻ്റെ ഒരു ആശയം, അതായത് ആസ്വാദം ടിപ്പണിയോ അല്ലെങ്കിൽ ആശയം എഴുതാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും കൊണ്ടും പേടിക്കണ്ട, നമ്മൾ സെറ്റാക്കടാ, ഒന്നും കൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട. അപ്പം ഈ മാതൃഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള കവിത നമ്മുടെ ഈ എക്സാമിന്, നാളത്തെ എക്സാമിന് ഷുവറാണ്.
ഇനി രണ്ടാമത്തെ ചാപ്റ്റർ ആണ് മക്കളെ ബേട്ടി കെ നാം എന്ന് പറഞ്ഞിട്ടുള്ള ജവാബി പത്രാണ്, മറുപടി കത്താണ്. ബേട്ടി കെ നാം കിസ് വിധാ കി രചന ഹേ? യെസ്, ജവാബി പത്ര ഹേ. ആരുടെയാണത്? ബഹദൂർ ഷാ സഫർജി, അന്തിം മുഗൾ ശാസക്, അവസാനത്തെ മുഗൾ ചക്രവർത്തി ആയിരുന്നു അല്ലേ? അവസാനത്തെ മുഗൾ ചക്രവർത്തിയായിരുന്ന ബഹദൂർ ഷാ സഫർജിയുടെ ജവാബി പത്രം തൻ്റെ മകളായ കുൽസും സമാനി ബീഗത്തിന് അയച്ച മറുപടി കത്താണ് ബേട്ടി കെ നാം എന്ന് പറഞ്ഞുകൊണ്ട് അതും നമുക്ക് പഠിക്കാനുണ്ട്. അതും നാളത്തെ എക്സാമിന് ചോദിക്കും. ഓക്കെ, ഇനി ഇതിൽ നിന്ന് എന്തൊക്കെ ചോദിക്കും? സാധാ പോലെ തന്നെ, ഇത് പ്രത്യേകിച്ച് മിസ് പറയുന്നില്ല, വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ്. പിന്നെ പത്ര ചോദിക്കും, ഡയറി ചോദിക്കും, ചരിത്രപര ടിപ്പണി ചോദിക്കും. പത്രന് 8 മാർക്കാണ് മക്കളെ, ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട് 8 മാർക്ക്, ഡയറിക്ക് 6 8 മാർക്കിനത് ചോദിക്കും. ചരിത്ര ടിപ്പണിയിലെ സ്വഭാവ സവിശേഷത എഴുതാൻ വേണ്ടിയിട്ട് അത് 4 മാർക്ക്. മനസ്സിലായല്ലോ? രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് മനസ്സിലായല്ലോ? യെസ്. ഇനി മൂന്നാമത്തെ ചാപ്റ്റർ നോക്കിയ മക്കളെ, മേരെ ഭാരത് വാസിയോ നാമക് ഭാഷൺ ഹേ. ഭാഷൺ അല്ലെ, മേരെ ഭാരത് വാസിയോ. അങ്ങനെ ആലോചിച്ചു. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക വെച്ചാൽ, നിങ്ങൾ ഓരോന്ന് പഠിക്കുമ്പോൾ അതിങ്ങനെ ആലോചിക്കുക, മേരെ ഭാരത് വാസിയോ, എൻ്റെ ഭാരതത്തിലെ ജനങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അതൊരു പ്രസംഗത്തിലല്ലേ വിളിക്കുന്നത്, ഭാഷണല്ലേ അത്. ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുജിയുടെയാണ്. അത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ കേട്ടോ. ജവഹർലാൽ നെഹ്റുജിയുടെ എന്താണ്? ഭാഷണാണ്. എന്ത്? മേരെ ഭാരത് വാസിയോം എന്നുള്ളത്. ഇതിൽ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. സംക്ഷേപണം അത് മസ്റ്റാണ് മക്കളെ. എന്താണ് സംക്ഷേപണം? കാര്യങ്ങളൊക്കെ മിസ് പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ വരും, മിസ് വരും. എത്ര മണിക്ക്? യെസ്, 6:30 മണിക്ക് വരും. സംക്ഷേപണം ഉണ്ടായിരിക്കും മക്കളെ, ബാത്ചീത്ത് ഉണ്ടായിരിക്കും മക്കളെ, ഡയറിയും പത്രവും ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററാണ് സൂറിനാമിയും പെഹലാദിയും. സൂറിനാമിൽ ആദ്യത്തെ ദിവസം ആരാണ്? സഫർനാമയാണ്, യാത്രാ വിവരണമാണ്. യാത്രാ വിവരണം എൻ്റെ മക്കൾ കേട്ടിട്ടില്ലേ? നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ നടത്തിയിട്ടുണ്ടാവും അല്ലേ? അതെ, അപ്പം അതിൻ്റെ ഒരു യാത്രാ വിവരണമാണ് ഹിമാൻഷു ജോഷിജിയുടെ. ഹിമാൻഷു ജോഷിജി എങ്ങോട്ട് നടത്തിയ? സുറിനാമിലോട്ട് നടത്തിയ യാത്രാ വിവരണമാണ് നമുക്ക് നാലാമതായിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, വാർത്താലാപം ഉണ്ടായിരിക്കും, പത്രം ഉണ്ടായിരിക്കും, ഡയറി ഉണ്ടായിരിക്കും. ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, നമ്മൾ സെറ്റാക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ്. ഇനി അടുത്തത് മേരെ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള പദാണ് മക്കളെ. ആരുടെയാണ് പദ്? സൂർദാസ് ജി അല്ലെ, ഭക്തികാലിലെ നമ്മുടെ കവിയാണ് സൂർദാസ് ജി അല്ലെ. സൂർദാസ് ജി എന്തായിരുന്നു? കണ്ണ് കാണാൻ പറ്റാത്തവരാ. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, പഠിപ്പിക്കുന്ന സമയത്ത് നിങ്ങളുടെ സ്കൂളുകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ? ഒരു കണ്ണ് കാണാൻ പറ്റില്ല, കാഴ്ചയില്ലാത്ത അല്ലേ, ഒരു അന്ധനായിരുന്നു ആര്? സൂർദാസ് ജി. അപ്പൊ സൂർദാസ് ജിയുടെ പദ് മേരെ ലാൽ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെന്തൊക്കെ ചോദിക്കും? വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ്. ഭാവാർത്ഥ അല്ലെങ്കിൽ ആസ്വാദൻ ടിപ്പണി, പിന്നെ വാർത്താലാപ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു മേരെ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള സൂർദാസ് ജിയുടെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി അടുത്തത് നോക്കിയേ, ദോസ്തിയാണ് മക്കളെ. ഫിലിമി ഗീത് ഹേ ദോസ്തി ഹം നഹീ തോടെങ്കേ, കേട്ടിട്ടില്ലേ മക്കളെ അല്ലേ? അപ്പൊ ദോസ്തി, ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു വാല്യൂ, നിങ്ങൾ ഏത് ഫിലിമത്തെയാണ് ആ ഒരു ദോസ്തി ഞാനിപ്പോൾ പാടിയ ആ സോങ് നിങ്ങൾക്കറിയോ? ആരുടെ? ഷോലെ മൂവിത്തെ അല്ലേ? ഷോലെ മൂവിയിൽ നമ്മൾ അമിതാഭ് ബച്ചനും ധർമ്മേന്ദ്രൊക്കെ ബൈക്കിലൊക്കെ ബൈക്കിൽ ഇങ്ങനെ റൈഡ് ചെയ്യുമ്പോൾ ഒക്കെ പാടുന്നൊരു പാട്ടല്ലേ? യെസ്, ദോസ്തി എന്ന് പറഞ്ഞിട്ട് ഫിലിമി ഗീത്, ഫിലിം സോങ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആരാണ് എഴുതിയത്? ആനന്ദ് ബക്ഷിജിൻ്റെയാണ് മക്കളെ. ഇതിലെന്തൊക്കെ ചോദിക്കും? വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് മസ്റ്റാണ്, ടിപ്പണി മസ്റ്റാണ്. ദോസ്തിക്ക് ബാരേമേ, നിങ്ങളുടെ സുഹൃത്ത് ബന്ധം അല്ലെങ്കിൽ സൗഹൃദത്തെക്കുറിച്ച് നിങ്ങളോട് ഒരു ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ട് ചോദിക്കും, 4 6 മാർക്കിന്. ഓക്കെ, ഇനി ഇതാണ് ദോസ്തി. ഇതും നമുക്ക് ഈ ഒരു എക്സാമിനുണ്ട്. പിന്നുള്ള നമ്മുടെ പാരിഭാഷിക് ശബ്ദാവലി, ഇത് കോമൺ ആണ്. എൻ്റെ മക്കൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടില്ലേ? +1 പഠിച്ചിട്ടില്ലേ? സഹി മിലാൻ കർണേക്കെ ലിയെ, എത്ര ഈസിയാണ് അല്ലേ? അത് 8 മാർക്കിന് ചോദിക്കും. അതും മിസ് സെറ്റാക്കി തരാം. ഓക്കെ, അപ്പൊ 8 മാർക്കിന് അത് ചോദിക്കും, പാരിഭാഷിക് ശബ്ദാവലി. ഇനി ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ആത്മകഥയാണ്
ഏകാന്ത് ശ്രീവാസ്തവജിൻ്റെ. ഏകാന്ത് ശ്രീവാസ്തവ് മക്കളെ, എൻ്റെ മക്കൾ മറക്കരുത്, ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹൈ, ജമീൻ ഭൂമി ഒരു സ്ലേറ്റിൻ്റെ പേരാകുന്നു എന്നുള്ളത് തൻ്റെ തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം, അതാണ് ആത്മകഥയാണ്. സ്വന്തം കഥ പറയണ ആര്? ഏകാന്ത് ശ്രീവാസ്തവജി ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹൈ എന്ന് പറഞ്ഞ ഈ ചാപ്റ്ററിലൂടെ. ആരുടെയാണ്? ഏകാന്ത് ശ്രീവാസ്തവജിയുടെ. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആണ്. പത്ര, ഡയറി, ആത്മകഥാംശു, വാർത്താലാപ്, ചരിത്ര പ്രതിപടി എല്ലാം മസ്റ്റ് ആണ് കേട്ടോ മക്കളെ. കാരണം ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. ഒന്നുകൊണ്ട് വിഷമിക്കണ്ടടാ, നിങ്ങൾ ആ ഒരു ചാപ്റ്ററിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ബാക്കിയൊക്കെ നമുക്ക് അടിപൊളിയാക്കി എഴുതാം. കാരണം പത്രൻ്റെ ഫോർമാറ്റ് എൻ്റെ മക്കൾക്ക് അറിയാം, ഡയറീൻ്റെ ഫോർമാറ്റ് പത്രൻ്റെ ഡയറീൻ്റെ ഒക്കെ വീഡിയോ ആയിട്ട് മിസ് വരുന്നുണ്ട് കേട്ടോ. പത്ര കേസിലേക്ക്, അതേപോലെ തന്നെ ഡയറി കേസിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് മിസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ മക്കളെല്ലാവരും പോയി കാണുക. അതിൽ നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് മിസ് പറയുന്നുണ്ട്. എൻ്റെ മക്കൾ മറക്കാതെ കാണണം കേട്ടോ. ഓക്കെ, നിങ്ങളുടെ ഫ്രണ്ട്സിനോടും പറയണം, നമ്മൾ എജ്യൂബോട്ടിൽ എഴുതാം മിസ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞേ. ഓക്കെ, ഇനി അതേപോലെ ജമീൻ ഏക് സ്ലേറ്റ് കാ നാം ഹൈ ആത്മകഥ ആരുടെയാണ്? ഏകാന്ത് ശ്രീവാസ്തവജിൻ്റെയാണ്. അടുത്ത് നോക്കിയേ, സപ്നെ കാ ഭി ഹഖ് നീം, സ്വപ്നം കാണാൻ പോലും അവകാശമില്ല, ഒരു കവിതയാണ് മക്കളെ. കിസ് വിദ കി രചന ഹൈ, കവിത ഹൈ. ആരുടെയാണ്? ഡോക്ടർ ജെ ബാബുജിൻ്റെ. ഓക്കെ, ഇനി വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആസ്വാദൻ ടിപ്പണി, കവിതയായ ആസ്വാദൻ ടിപ്പണി മസ്റ്റാ അല്ലേ? ഊണ് കഴിഞ്ഞാൽ ഒരു രസം മസ്റ്റാന്നൊക്കെ ഒരു പരസ്യമില്ലടാ, ഊണ് കഴിഞ്ഞാൽ രസം തന്നെയല്ലേ അതെ. അപ്പോൾ അതേപോലെ കവിതയാൽ ആസ്വാദം ടിപ്പണി മസ്റ്റാ. അതേപോലെ പത്രം ഒരു ഡയറി, ലെറ്ററോ ഡയറി ചോദിക്കും. ഇനി അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് മുർക്കി ഓഫ് ബുലാക്കി, മുർക്കി ബുലാക്കി അല്ലേ, മൂക്കുത്തിയും കമ്മലും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഹാനി അല്ലേ. നല്ലൊരു കഥയായിരുന്നു അല്ലേ. പക്ഷെ ലാസ്റ്റ് നമുക്ക് ക്ലൈമാക്സ് എന്താ, നമുക്ക് ഭയങ്കര സങ്കടം വരും അല്ലേ. യെസ്, അമൃത പ്രീതം ജി, അതിൻ്റെ ഒരു ക്ലൈമാക്സ് എൻ്റെ മക്കൾക്ക് അല്ലേ വളരെ എല്ലാവർക്കും നല്ലൊരു സങ്കടം പകരുന്നതാണ് അല്ലേ. നമ്മൾ അങ്ങനത്തെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ലേ അല്ലേ. നമുക്ക് എത്ര പേര് വായിച്ചിട്ടുണ്ട്, എത്ര പേര് പഠിച്ചിട്ടുണ്ട് നമ്മുടെ ഈ മുർക്കി ഓഫ് ബുലാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്റർ? പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ വായിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ ആ കഥ കേട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ആ കഥ മനസ്സിലാവും കേട്ടോ മക്കളെ. മുർക്കി ഓഫ് ബുലാക്കി എന്നുള്ളത് കഹാനിയാണ് മക്കളെ. അമൃത പ്രീതം ജിൻ്റെ. ഇത് വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. പത്ര, ഡയറി, ആസ്വാദൻ ടിപ്പണി, ബാത്ചീത്ത്, ചരിത്ര പ്രതിപ്പണി, ഇതൊക്കെ മസ്റ്റാണ് കേട്ടോ മക്കളെ. ഇത് തന്നെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് മക്കളെ. മുർക്കി ഓഫ് ബുലാക്കി, IMP. അതേപോലെ ജമീനോ സ്ലേറ്റ് കാ നാം ഹൈ, IMP. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ. ഓക്കെ, ഇനി ഹൈക്കു ആണ് മക്കളെ, കവിതയാണ് ഹൈക്കു. ജാപ്പനീസ് കവിതാരൂപമാണ് ഹൈക്കു അല്ലേ. ഒരു 3 വരി മാത്രമേ ഉണ്ടാവുള്ളൂ, പക്ഷേ അതിൽ നിന്ന് കിട്ടുന്ന അർത്ഥങ്ങളൊന്ന് നോക്കിയേ അല്ലേ. ജുബബി കോയി ഫൂൽ ഖിലാ ഭാഗമേ തൂ യാദായ എന്ന് പറയുന്നുണ്ട്. ജുബബി കോയി ഫൂൽ ഖിലാ ഭാഗമേ, എപ്പോഴൊക്കെയാണോ എൻ്റെ പൂന്തോട്ടത്തിൽ പൂക്കൾ വിരിയുന്നത് അപ്പോഴൊക്കെ നിന്നെ ഓർമ്മ വരികയാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? എന്താണ്? പ്രേമി പ്രേമികാക്കേ മനമേം പ്രേം കബീ നഹീ മുർജാതാ ഹൈ എന്ന് പറയുന്നുണ്ട്. നല്ല രസമാണ് അത് പഠിക്കാൻ, അതൊക്കെ നമുക്ക് സെറ്റാക്കി തരാം കേട്ടോ. ഇനി അത് ഡോക്ടർ ഭഗവത് ചരൺ അഗർവാൾ ജിൻ്റെയാണ്. ഇതിൽ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും, ഭാവാർത്ഥ അല്ലെങ്കിൽ ആശയം ചോദിക്കും. ആസ്വാദം ടിപ്പണി, ഈ ഒരു ഞാൻ പറഞ്ഞു ഇതെന്ത് വിധിയാണ്? കവിതയല്ലേ. കവിതയായാൽ എന്താ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആസ്വാദൻ ടിപ്പണി മസ്റ്റാണ്. നിക്കുമത് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കി നാമക്, കവിത, അടുത്ത കവിത അല്ലെ. ആരുടെയാണ്? ONV കുറുപ്പിൻ്റെ ആണ്. ശരിക്കും ONV കുറുപ്പിൻ്റെ മലയാളമാണ്. ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞുള്ള കവിതയാണത്. അതിൻ്റെ ഹിന്ദി ട്രാൻസ്ലേറ്റ് അല്ലെ, ഹിന്ദി ട്രാൻസ്ലേഷൻ ചെയ്താണ് ഡോക്ടർ എസ് തങ്കമണി അമ്മ. ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത്, അനുവാദം ചെയ്തത് കേട്ടോ. ഇതിൽ വെരി ഷോർട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ആശൂർ ആസ്വാദൻ ടിപ്പണി ചോദിക്കും. ഇങ്ങനെ 12 ചാപ്റ്റേഴ്സാണ്, അതായത് ഇതുവരെയുള്ള 12 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു എക്സാമിന് ക്രിസ്മസ് പോർഷനായിട്ട് ചോദിക്കാവുന്നത്. മനസ്സിലായല്ലോ? എത്ര ചാപ്റ്റേഴ്സാണ് നിൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ? ഓക്കെ നമുക്ക് നേരെ അങ്ങോട്ട് പോയാലോ? യെസ്, ഫസ്റ്റത്തെ ചാപ്റ്റർ ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ മക്കൾ എന്ത് മനസ്സിലാക്കണം? ആദ്യം ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് മാതൃഭൂമി, ഓക്കെ, സ്വിതാക്കി രചന ഹേ, കവിത ഹേ. മക്കളെ ചോദിക്കട്ടടാ, 1 മാർക്കിന് ചോദിക്കും, 1 വേർഡ് ആൻസർ ആണത്.
मातृभूमि किस विधा की रचना है, बेटी के नाम किस विधा की रचना है, मेरे भारतवासियों किस विधा की रचना है. അപ്പോൾ അത് നിങ്ങൾ എഴുതി വെക്കണം. അപ്പോൾ മാതൃഭൂമി കിസ് വിധ എന്ന് പറയുമ്പോൾ ആളുടെ പേരല്ല എഴുതി വെക്കുക, അത് ഏത് വിധയാണ്? കവിതയാണ്. കവി കാ നാം ക്യാ ഹെ അല്ലെങ്കിൽ കിസ്കി കവിത ഹെ എന്ന് ചോദിച്ചാലാണ് എന്ത് എഴുതി വെക്കുക? മൈഥിലി ശരൺ ഗുപ്തജി. മൈഥിലി ശരൺ ഗുപ്തജി ആരാണ്? രാഷ്ട്രകവിയാണ്. നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്കറിയാം, മിസ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ കവിതകളുടെയും ആസ്വാദന ടിപ്പണിയാണ്. കാരണം ആസ്വാദന ടിപ്പണിയാണ് മസ്റ്റും. ആസ്വാദന ടിപ്പണി പഠിച്ചാൽ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ മിസ് മാതൃഭൂമി കവിതയുടെ ആസ്വാദന ടിപ്പണിയാണ് ഇവിടെ പറയാൻ പോകുന്നത്. നമുക്കറിയാം, എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക, ആസ്വാദന ടിപ്പണി പ്രത്യേകിച്ച് മാതൃഭൂമി കവിതയുടെ ആസ്വാദന ടിപ്പണി മസ്റ്റാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എത്ര കവിതകളുണ്ട്? മാതൃഭൂമി ഉണ്ട്, സപ്നെ കാ ഭി ഹക്ക് നഹീ ഉണ്ട്, ഹൈക്കുണ്ട്, കുമുദ് ഫൂൽ ബേച്ചിന് വാലി ലഡ്കി ഉണ്ട്, ഇതൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ മാതൃഭൂമി കവിതയുടെ ആസ്വാദന ടിപ്പണി അത് മസ്റ്റാണ് മക്കൾ. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ മാതൃഭൂമി കവിതയുടെ ആസ്വാദന ടിപ്പണി തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ഒരു എക്സാമിന് നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം മാതൃഭൂമി കവിതയുടെ ആസ്വാദന ടിപ്പണി നോക്കിക്കും മക്കള്. എൻ്റെ മക്കൾക്ക് അറിയാം, ആസ്വാദന ടിപ്പണി എഴുതുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റത്തെ പാരഗ്രാഫ് എന്ത് വേണം? കവിയെ കുറിച്ചും കവിതയെ കുറിച്ചും പറയണം. രണ്ടാമത്തെ പാരഗ്രാഫ് എന്ത് വേണം? കവിതയുടെ ആശയം പറയണം അല്ലേ? എന്താണ് നിങ്ങൾ എന്ത് ശ്രദ്ധിക്കുക വെച്ചാൽ, ആ പങ്ക്തി തരുമല്ലോ, വരികൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുമല്ലോ, അതിൻ്റെ മാത്രം ആൻസർ നിങ്ങൾ എഴുതി വെച്ചോ, അതിൻ്റെ മാത്രം ആസ്വാദന ടിപ്പണി. ബാക്കിയുള്ള കവിതേൻ്റെ കവിതാഞ്ചിക്ക് ആസ്വാദന ടിപ്പണി ലിഖേ എന്ന് പറഞ്ഞിട്ടാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക 6 മാർക്കിന്. ഓക്കെ, അപ്പോൾ ഇതിലേതെങ്കിലും നമ്മുടെ മാതൃഭൂമി കവിതയിൽ ഏതെങ്കിലും വരികൾ തരും, അതിൻ്റെ ആസ്വാദന ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോളൂ, എന്തായാലും മസ്റ്റായിട്ടുണ്ടാവുമായിരിക്കും കേട്ടോ നിങ്ങളുടെ നാളത്തെ എക്സാമിന്. അപ്പോൾ നോക്കിയേ, മാതൃഭൂമി രാഷ്ട്രകവി മൈഥിലി ശരൺ ഗുപ്തയ്ക്ക് പ്രസിദ്ധ കവിത എഴുതി വെക്കാം. മാതൃഭൂമി രാഷ്ട്രകവിയായിട്ടുള്ള മൈഥിലി ശരൺ ഗുപ്തജിയുടെ പ്രസിദ്ധ കവിതയാണ്. ഈ കവിതയിൽ കവി ഭാരത് മാതാ കാ ഗുൺഗാൻ കർക്കെ ഉസ്കെ ലിയേ അപ്നെ പ്രാൺ ദേനെ കാ ആഹ്വാൻ കർത്തെ ഹെ. ഈ കവിതയിൽ എന്താണ് നമ്മുടെ കവി നമ്മളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? മാതൃഭൂമിയെ, നമ്മുടെ ഭാരത മാതാവിനെ, നമ്മുടെ ഭാരതത്തെ അതിനെ വാഴ്ത്തി പാടിക്കൊണ്ട് ആ ഭാരതത്തിന് വേണ്ടി നമ്മളെ ജീവൻ ബലിയർപ്പിക്കണം. നമ്മളെ പട്ടാളക്കാർ കണ്ടില്ലേടാ, നമ്മളെ അതിർത്തിയിലൊക്കെ നമ്മളെ ജീവൻ കാക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ ജീവൻ പോലും ബലിയർപ്പിച്ച് അവിടെ നിൽക്കുന്നത്. അതേപോലെ നമ്മളും നമ്മുടെ ഭാരതത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഭാരത് മാതാവിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? പ്രാൺ ദേനേക്ക് ആഹ്വാൻ കർത്തെ, പ്രാണനം കൊടുക്കണം എന്നാണ്, ജീവനും കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് ഈ കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം എങ്ങനെയൊക്കെയാണ് നമുക്ക് പറഞ്ഞു തരുന്നതെന്ന് നോക്കിക്കോ മക്കളെ. മാതൃഭൂമിക്ക് ഹരിയാലി കവിക്കു മോഹിത് കർത്തെ. നമുക്കറിയാം, ഒന്ന് ചുറ്റോറൊന്ന് കണ്ണോടിച്ച് നോക്കി, നിങ്ങൾ നേരെ പ്രകൃതി, ഇത്ര മാത്രം എൻ്റെ മക്കൾ ചിന്തിച്ചാൽ മതി. മാതൃഭൂമി കവിതയുടെ ആസ്വാദന ടിപ്പണി പറയും, നിങ്ങൾ നേരെ അങ്ങോട്ട് പ്രകൃതിയിലോട്ട് ഇറങ്ങിച്ചില്ല, എന്നിട്ട് ചുറ്റുഭാഗത്തുനിന്ന് കണ്ണോടിക്കുക. എത്ര അല്ലേ പച്ചപ്പ് നോക്കിയേ അല്ലേ, മുഴുവൻ പച്ചപ്പിൻ്റെ കണങ്ങളാണ്. ഇപ്പോഴത്തെ കാലഘട്ടവുമായി നോക്കണം കേട്ടോ, പച്ചപ്പൊക്കെ കുറഞ്ഞു വരികയാണ്, പക്ഷെ അതല്ല, പച്ചപ്പാർന്നുള്ള ഭൂമി നിങ്ങൾ കാണുക. അപ്പോൾ ഈ പച്ചപ്പാർന്ന ഭൂമി, മാതൃഭൂമി ഹരിയാലി സേ ശോഭിത, അതാണ് മാതൃഭൂമിക്ക് ഹരിയാലി. കവിക്കോ മോഹിത, കവിയെ മോഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സൂരജ് और चांद इसके मुकुट है. മക്കളെ ഇത് ശ്രദ്ധിക്കുക, നിങ്ങളിവിടെ ശ്രദ്ധിക്കുക. ഇതിൻ്റെ മാതൃഭൂമിക്ക് മുക്കുട്ട് ക്യാ ക്യാ ഹെ എന്ന് ചോദിക്കുക. നമ്മുടെ മാതൃഭൂമിയുടെ ഒരു അമ്മയായി കാണാം, ഭാരതമാതാവിന് ഒരു അമ്മയായി കാണാം, ഒരു പ്രകൃതിയായി സങ്കല്പിക്കുക, പ്രകൃതിയെ ഒരു സ്ത്രീയായി കാണാം, സ്ത്രീക്ക് ഒരു കിരീടമായിട്ട്. ആ കിരീടം എന്താണ്? പ്രകൃതിയിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ അത് സൂര്യചന്ദ്രന്മാരാണ്. ഇങ്ങനെ ആലോചിച്ചാൽ നിങ്ങളുടെ കിരീടം എന്ന് പറയുമ്പോൾ തലയ്ക്ക് മുകളിലല്ലേ, അപ്പം മുകളിലേക്ക് നോക്കുമ്പോൾ സൂര്യചന്ദ്രന്മാരല്ലേ ഉള്ളത്. അങ്ങനെ ചിന്തിച്ചാൽ മതിയടാ, വേറൊന്നും നിങ്ങൾ നോക്കണ്ട. ഒന്നോ രണ്ടോ മാർക്കിന് അത് ചോദിക്കും. മാതൃഭൂമിക്ക് മുകുട്ട് ക്യാ ക്യാ ഹേ എന്ന് ചോദിച്ചത് എഴുതാം. സൂരജ് ഔർ ചാന്ദ് ഇസ്കെ മുകുട്ട് ഹേ. ഇതുമ്പോ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മക്കളെ, എൻ്റെ മക്കൾ പഠിച്ചു വെക്കണേ മുകുട്ട്. അപ്പോൾ സൂരജ് ഔർ ചാന്താണ് കിരീടമായി തിളങ്ങി നിൽക്കുന്നത്. സാഗർ എന്താ നമ്മുടെ സമുദ്രമാണെങ്കിലോ ഇസ്കി കർദനി ഹേ, അതിന് അരഞ്ഞാണമാണ്. നമ്മുടെ അമ്മയുടെ അരഞ്ഞാണമായിട്ട്, താഴെയല്ലേ സമുദ്രം ഉള്ളത്, അപ്പം അരഞ്ഞാണമാണ്, കർദനിമാനെ അരഞ്ഞാണം. മാത്രമല്ല യഹാം ബഹനേ വാലി നദിയാ പ്രേമിക്ക് പ്രഭാഹേ, ഇവിടെ ഒഴുകുന്ന നദികൾ ഒഴുക്കുന്നത് കണ്ടോ, പ്രേമം പൊഴിച്ചുകൊണ്ട്, സ്നേഹം പൊഴിച്ചുകൊണ്ട് ഒഴുകുകയാണ് ചെയ്യുന്നത്.
മാത്രമല്ല സഭി താരേവം ഫൂൽ, എല്ലാ നക്ഷത്രങ്ങളും പൂക്കളും മാതൃഭൂമിക്ക് ആഭൂഷൺ ഹെ. നമ്മുടെ ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ എന്തിടും? മാല ഇടും, അതേപോലെ കമ്മലിടും, പൊട്ടുകുത്തും അല്ലേ. അപ്പം മാതൃഭൂമിയുടെ അമ്മയുടെ പ്രകൃതിയുടെ ഭംഗി കൂട്ടുന്നത് എന്തൊക്കെയാണ്? താരെ നക്ഷത്രങ്ങളാണ്, പൂക്കളാണ് എന്നുള്ളതാണ്. അതാണ് ആഭൂഷൺ എന്ന് പറയുന്നത്, അലങ്കാരം. അതിന് നേരെ സമാനാർത്ഥിയാണ് മക്കളെ മണ്ടൻ. ഹേ മണ്ടൻ, അത് അലങ്കാരമാണ്. മണ്ടൻ എന്ന് പറഞ്ഞാൽ അലങ്കാരം. ഓക്കെ, ഇനി പക്ഷിയോം കാ സമൂഹ സ്തുതിഗീത് ഗാത്തെ ഹേ. പക്ഷികളുടെ കൂട്ടത സ്തുതിച്ചുകൊണ്ട് കടന്നു പോകുന്നു, വന്ദിച്ചുകൊണ്ട് കടന്നു പോകുന്നു, അമ്മയെ വന്ദിച്ചുകൊണ്ട് കടന്നു പോകണം. ആര്? പക്ഷികളുടെ കൂട്ടങ്ങള്. ബാദലോ, നമ്മുടെ മേഘങ്ങളാണെങ്കിലോ പാനി ബർസാക്കർ മഴയായി പെയ്യുന്നു അല്ലേ. ഇസ്ക അഭിഷേക കർത്തേഹേ, മഴയായി പെയ്തുകൊണ്ട് അമ്മയെ അഭിഷേകം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെയോ ആദിശേഷുക്കാ സഹസ്രഫൺ മാതൃഭൂമിക്കാ സിംഹാസൻ ഹേ. നമ്മൾ പറഞ്ഞു ശേഷുഫണ് സിംഹാസന ഹേ എന്ന് പറയുന്നുണ്ട്. ആ സിംഹാസനത്തിലാണ് നമ്മുടെ ആരിയിരിക്കുന്നത്? അമ്മ ഇരിക്കുന്നത് എന്നാണ് കേട്ടാ. അനന്തൻ്റെ മൂർത്തി നമ്മൾ ആ കവിത എടുക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും സഹസ്രരൂപി ഫൺ അല്ലേ. ഒരുപാട് തലകളുള്ള ഒരു പാമ്പിൽ, ആ ഒരു പാമ്പിൻ്റെ ആ ഒരു ഇതിലാണ് ആരിയിരിക്കുന്നത്? നമ്മുടെ മാതൃഭൂമി. അത് മാത്രം നിങ്ങൾ അതിൻ്റെ ഡീപ്പായിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, ഇത് മാത്രം മതി. സഹസ്രരൂപി ഫൺ അല്ലേ, അതാണ് ആദിശേഷുക സഹസ്രരൂപി ഫൺ മാതൃഭൂമിക സിംഹാസൻ ഹേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ മാതൃഭൂമിയുടെ എന്തിനെ സുന്ദര രൂപ പർ ആത്മസമർപ്പൺ കർത്തെ, സുന്ദരമായ രൂപത്തെ ആത്മസമർപ്പണം ചെയ്യാണ്. അപ്പം മക്കളെ ഇത് ക്വസ്റ്റ്യൻ വരും. മാതൃഭൂമിയുടെ സുന്ദര രൂപം അല്ലെ, മാതൃഭൂമിക വർണ്ണൻ കേസേക്ക് ആഹേ എന്ന് ക്വസ്റ്റ്യൻ വരും. മാതൃഭൂമിയെ എങ്ങനെയാണ് വർണ്ണിച്ചത്? ഇങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചത്. നിങ്ങൾ ആലോചിച്ചാൽ മതി. ആദ്യൊരു സ്ത്രീ ആയി കാണുക, അതിൻ്റെ കിരീടമായിട്ട് എന്താണ്? സൂര്യചന്ദ്രന്മാർ. കർദരി അരഞ്ഞാണമായിട്ട് എന്താണ്? സമുദ്രങ്ങളാണ്. അതമ്മ നദികൾ ഒഴുകുന്നു. എങ്ങനെ? പ്രേം കാ പ്രവാഹ് അല്ലെ, പ്രേമം പൊഴിച്ചുകൊണ്ട് നദികൾ അത് ഒഴുകുന്നു. പൂക്കളും നക്ഷത്രങ്ങളും കണ്ടില്ലേ? അതെന്താ? ആഭൂഷണമാണ് അമ്മയുടെ. മാത്രമല്ല ബാദൽ പാനി ഭർസാക്കർ അഭിഷേക കർത്തേഹേ, മഴയായി പെയ്യുന്നു. പിന്നെ അതുമാത്രമല്ല നമ്മുടെ സ്തുതിഗീത് കാത്തേ ആര്? പക്ഷിയും കാസമു, പക്ഷികളുടെ കൂട്ടങ്ങൾ അതാ പറന്നു പോകുന്നു, സ്തുതി പാടിക്കൊണ്ട് പറന്നു പോകുന്നു നമ്മുടെ അമ്മയുടെ. ഇങ്ങനെയാണ് മാതൃഭൂമിയെ വർണ്ണിച്ചത്. എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ? അതെ. ഇനി അടുത്തത് എങ്ങനെയാണ്? അത് അടുത്ത് പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മുടെ കവിയുടെ ബച്പൻ, കുട്ടിക്കാലം ഇതുമായി ബന്ധപ്പെടുത്തിയതെന്ന്. ജന്മഭൂമി സെ കവി കാ ബച്പൻ കാ സംബന്ധ വ്യക്ത करते हुए കവി कहते हैं कि इसकी धूली में लोट लोट कर वे बड़े हुए. ഇതാ ഈ പൊടിയിൽ, ഈ അമ്മയുടെ മാതൃഭൂമിയുടെ പൊടിയിൽ ഉരുണ്ടുരുണ്ടാണ് ഞങ്ങളിതാ വലുതായത്. നമ്മളൊക്കെ എല്ലാവരും അങ്ങനെയല്ലടാ അല്ലേ. നമ്മൾ ജനിച്ച പാടേ നമ്മൾ ഓടാൻ തുടങ്ങിയോ? ഇല്ല. നമ്മൾ ഈ പൊടിയിലൊക്കെ ഉരുണ്ട് പതിയെ നിൽക്കാൻ പഠിച്ച് അതെങ്ങനെയല്ല. അതേപോലെയാണ് പറഞ്ഞത്. ലോട്ട് കർവേ ബടേ ഹുയേ ഹേ. ഗുട്ടനോ കേ ബല, ഗുട്ടനോ എന്ന് പറഞ്ഞാൽ കാൽമുട്ടിൻ്റെ ബലത്തിൽ നമ്മൾ സരക്ക് കയറി ഇഴഞ്ഞിഴഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? പൈരവും പർഘടാരകനാസിക നിൽക്കാൻ പഠിച്ചു. യഹാം നഹക്കർ ബച്പൻ മേ ഹി ഉസ്നെ ശ്രീ രാമകൃഷ്ണ പരമഹംസ കി തരഹ സഭി സുഖ പായേ എന്നാണ് പറയുന്നത്. ഇന്ന് നമ്മൾ ആ ഒരു കവിത എടുക്കുന്ന സമയം നിങ്ങളുടെ അതിൽ ടെക്സ്റ്റിൽ നോക്കിയാൽ മക്കളെ മനസ്സിലാവും. ശ്രീരാമകൃഷ്ണ പരമഹംസ എന്ന് പറഞ്ഞാൽ വിവേകാനന്ദൻ്റെ ഗുരുവാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ ഒരു കുക്കിൻ്റെ ഒരു നിരേനെ കണ്ടിട്ട്, ഒരു 6-ാം വയസ്സിൽ കേട്ടോ, ആ നിരയിൽ കണ്ടിട്ട് എന്താ പെട്ടെന്ന് ആദ്യം ബോധം കെട്ട് വീഴുകയും പിന്നെ ഒരു എന്തെന്നില്ലാത്തൊരു സുഖം, ഒരു ആത്മീയമായൊരു അനുഭൂതി കിട്ടുക എന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് അതിൽ. അപ്പം അതേപോലെ അങ്ങനെയാണോ 6 വയസ്സിൽ നമ്മുടെ ശ്രീരാമകൃഷ്ണ പരമഹംസന് എല്ലാ സുഖങ്ങളും കിട്ടിയത്? ഞങ്ങൾക്കും അതേപോലെ സുഖം കിട്ടി. എവിടെ നിന്ന്? ഈ മാതൃഭൂമിയിൽ ജീവിച്ചിട്ട്. ഈ മാതൃഭൂമി ഞങ്ങൾക്ക് എല്ലാം ഇതാ തരുന്നു അല്ലേ, ഇതെല്ലാം ഞങ്ങൾക്ക് തരികയാണ് അല്ലേ. അതുകൊണ്ട് തന്നെ എല്ലാ സുഖങ്ങളും ഞങ്ങൾ ഇവിടെ ജീവിച്ചിട്ട് ഞങ്ങൾക്ക് കിട്ടി. ഇസ്കെ കാരൺ ഹീവേ ധൂല് ഭരേ ഹീരേ കഹലായേ, പൊടി നിറഞ്ഞ വജ്രമെന്നും അറിയപ്പെട്ടു. ഇസ് ജന്മഭൂമി की प्यारी गोद में खेल कूद कर ഹർഷ का അനുഭവ किए. അമ്മയുടെ ഈ സ്നേഹം നിറഞ്ഞ മടിത്തട്ട്, നമ്മുടെ അമ്മയുടെ മടിത്തട്ട് അങ്ങനെയല്ലടാ, എപ്പോഴും നമ്മൾ കാലാകാലം നമുക്കൊരു സേഫാണ് അവിടെ അല്ലേ. അപ്പോൾ ആ മടിത്തട്ടിൽ എന്താണ് അതാ പറയുന്നത്? ഖേൽ കൂതി, നല്ല കളിച്ചുല്ലസിച്ച് ഞങ്ങൾ സന്തോഷത്തിൻ്റെ എല്ലാ അനുഭവവും ഞങ്ങൾ അനുഭവിച്ചു. ഏസേ മാതൃഭൂമി കോ ദേക്കർ ഹം ആനന്ദ് സേ മഗ്ന ഹോ ജാത്തെ ഹേ. ഇത്രയും ഞങ്ങൾക്ക് തന്ന ഈ അമ്മയെ, മാതൃഭൂമിയെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ എന്തുകൊണ്ട് സന്തോഷത്തിൽ മുഴുകിക്കൂടാ? നിന്നെ
നിന്നെ കണ്ടിട്ട് എന്ന് പറയാണ്. ഇതാണ് കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്നത്. അത് ചോദിക്കും, ബച്ചപ്പൻ എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എൻ്റെ മക്കൾക്ക് ഇത് എഴുതി വെക്കാം അല്ലേ. പൊടിയിൽ ഉരുണ്ടുരുണ്ടാണ് നമ്മൾ എന്ത് ചെയ്ത് എന്താണ് ബഡേ ഹുയ് വലുതായത്. അതേപോലെ ഗുട്ടനോക്കെ ബലവർ സരക്ക് സരക്ക് ഇഴഞ്ഞിഴഞ്ഞാണ് നമ്മൾ നിൽക്കാൻ പഠിച്ചത്. ഈ കാര്യങ്ങളൊക്കെ എൻ്റെ മക്കൾ മനസ്സിലാക്കുക. അടുത്തത് കവി പറയും നോക്കി, ജോ സുഖ ശാന്തി ഹംനെ ഭോഗാ ഹെ വൈസാ മാതൃഭൂമി കി ദേൻ ഹെ. ഇത്രയും ഞങ്ങൾക്ക് ചെയ്തു തന്ന ആ മാതൃഭൂമിക്ക്, ആ മാതൃഭൂമിയുടെ സംഭാവനയാണ് നമുക്ക് തന്നത് എന്നാണ്. നിങ്ങൾ അനുഭവിച്ചോളൂ മക്കളെ എന്ന് പറഞ്ഞിട്ട് ആ മാതൃഭൂമി, ആ പ്രകൃതി നമുക്ക് ഒരുക്കി തന്നതാണ് ഇതൊക്കെ. തുംസെ കിയേ ഗയേ ഉപകാരം കോ ബദലാദേനാ മുഷ്കിൽ ഹെ. ഇത്രയും ചെയ്ത് തന്നിട്ടും നമ്മൾ അമ്മമാരെങ്ങനെയല്ലടാ. അമ്മമാരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സ്വാർത്ഥത അറിഞ്ഞാണോ? അല്ല, നിസ്വാർത്ഥമായ സ്നേഹമാണ് അല്ലേ. അപ്പം ആ സ്നേഹത്തിൽ എന്താണ്, അതിനൊരു ഉപകാരം, അതിനൊരു ബദലാദേന, അതിന് പ്രത്യുപകാരം ചെയ്യാൻ നമ്മൾ ബച്ച് അശക്ത് ഹേ, നമ്മൾ അശക്തരാണ്. എത്ര കൊടുത്താലും നമ്മുടെ അമ്മമാർക്കൊന്നും എന്തില്ല, എത്ര കൊടുത്താലും മതിയാവില്ല എന്ന് പറയില്ല. കാരണം അത്രയും കൂടുതലാണ് നമുക്കൊക്കെ വേണ്ടി അവർ കഷ്ടപ്പെടുന്നത്, അധ്വാനിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ മാതൃഭൂമിയും. അത് മാത്രം എൻ്റെ മക്കൾ ചിന്തിച്ചാൽ മതി അല്ലേ. യേ തേരി ഹേ, ഈ ശരീരം തന്നെ നിൻ്റെയാണ് അല്ലേ. തുജ്സേ ഹി ബനി ഹുയി ഹേ, നിന്നിൽ തന്നെയാണ് ഉണ്ടായത്. തേരെ ജീവജലസേ സനി ഹുയേ, നിന്റെ ജീവജലത്താൽ, നിന്റെ മഴയാലാണ് ഞങ്ങൾ നനയ്ക്കപ്പെട്ടത്. മൃത്യു ഹോനെ പർ ഇസ് നിർജീവ ശരീർ തൂഹി അപ്നായേക. നീ മരണം സംഭവിച്ചാലോ തൂഹി, അത് നിർജീവമാക്കിക്കൊണ്ട് നീ അത്. നമ്മൾ പറയില്ലേ, മണ്ണിൽ നിന്ന് തന്നെ ഉണ്ടായി മണ്ണിലേക്ക് തന്നെ പോന്നു. അതുതന്നെയാണ് ഈ മനുഷ്യന്മാരുടെ അവസ്ഥടാ അല്ലേ. ഹേ മാതൃഭൂമി തുജ്മേ ജന്മ ലേക്കർ തുജ്മേ പൽക്കർ ഹം സബ് തേരി ഹി മിട്ടി മേ വിലീൻ ഹോ ജാത്തി ഹേ. നിന്നിൽ നിന്ന് തന്നെ ഉണ്ടായി, നിന്നിൽ തന്നെ ഞങ്ങൾ വളർന്നു, അവസാനതാ നിന്നിലേക്ക് തന്നെ ഞങ്ങൾ ലയിക്കുന്നു എന്ന് പറയണേ. അത്രയല്ലട മനുഷ്യൻ്റെ കാര്യമുള്ളൂ. അത്രയും നമ്മുടെ ആര് പറയുന്നുള്ളൂ, മൈഥിലി ശരൺ ഗുപ്തജി പറയുന്നുള്ളൂ ഈ കവിതയിൽ. വേറൊന്നും എൻ്റെ മക്കളെ ചിന്തിക്കണ്ട. ഇനി ഇതിലൂടെ എന്താ പറയുന്നത്, सरल शब्दों में कवि मातृभूमि की खूबियों की ओर आकर्षित करके उसके लिए जान अर्पित करने की പ്രേരണ देती है. അപ്പം എന്താ പറയുന്നത്, സരളമായ ശബ്ദത്തിൽ എന്താ പറയുന്നത് കവി, അതേ മാതൃഭൂമിയുടെ നല്ല 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 വശങ്ങളൊക്കെ പറഞ്ഞു തന്നുകൊണ്ട് ഈ മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവൻ ബലിയർപ്പിക്കണം, പ്രാണൻ ബലിയർപ്പിക്കണം എന്നാണ് പറയുന്നത്. അത്രേ പറയാനുള്ളടാ, വേറൊന്നും പറയുന്നില്ല. ഇത്തരം കാര്യങ്ങൾ എൻ്റെ മക്കൾ നോക്കി വെക്കുകയാണെങ്കിൽ, വൺ വേർഡൊക്കെ ആൻസർ ചോദിക്കുകയാണെങ്കിൽ സുഖമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഓക്കെ ശരിയല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. മാതൃഭൂമി എന്നുള്ളത് എൻ്റെ മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. മാതൃഭൂമി ഇത്രയേ ഉള്ളൂ, കൂടുതലൊന്നുമില്ല. ബേട്ടിക്ക് നാം, മകളുടെ നാമത്തിൽ എന്ന് പറഞ്ഞിട്ട് എന്താണത്, നമ്മുടെ ആരുടെയാണത്, ആരുടെ ബഹദൂർ ഷാ സഫർജിക്ക് ജവാബി പത്രാണ്. അത് നമുക്കറിയാം. ഈ ഒരു ഫസ്റ്റത്തെ 3 ചാപ്റ്റർ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. അതെ, നമുക്കറിയാം 1947 മുന്നേ 2 നൂറ്റാണ്ട് എന്താ നമ്മൾ ഭാരതം ബ്രിട്ടീഷ് ശാസനയ്ക്ക് അധീന, ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിലായിരുന്നു അല്ലേ. രാഷ്ട്രയ്ക്ക് സ്വതന്ത്രതാക്കിയ ലാഖോ ലോക് ഷഹീദ് ബൻകയെ, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു, അവരെ രക്തസാക്ഷിത്വം വഹിച്ചു അല്ലേ. ബ്രിട്ടീഷ് സർക്കാരിനെ എപ്പോഴാണ് 1857 എന്താ സ്വതന്ത്രത സംഗ്രാമക്കോ പരാസ്ത് കർക്കെ ദില്ലിക്ക് അന്തിം മുഗൾ ശാസക് ബഹദൂർ ഷാ സഫർ കോ കൈദി കർക്കെ രംഗൂൺ ഭേജ. എൻ്റെ മക്കൾ മനസ്സിലാക്കുക, അവസാനത്തെ 1857 അവസാനം നമ്മുടെ സ്വാതന്ത്ര്യ സമരം നടക്കുന്ന സമയത്ത് അവസാനത്തെ മുഗളന്മാരില്ലേ, മുഗൾ ചക്രവർത്തിയായിരുന്നു ബഹദൂർ ഷാ സഫർ. എന്ത് ചെയ്തു, അവരെ തടവറയിലാക്കി. ആര്, ബ്രിട്ടീഷുകാർ. എന്നിട്ട് എവിടേക്ക് അയച്ചു, രംഗൂണിലേക്ക്. എൻ്റെ മക്കൾ മറക്കരുത്, രംഗൂൺ മറക്കരുത് എന്ന് ചോദിക്കും. ബാദ്ഷാക്ക് ബേട്ടി, ബാദ്ഷായുടെ മകളായ കുൽസും ജമാനി ബീഗം. എൻ്റെ മക്കൾ ഇതും ഓർമ്മിച്ചു വെക്കുക. കുൽസും ജമാനി ബീഗത്തിന് എവിടേക്ക് അയച്ചു, ദില്ലിയിലോട്ടും അയച്ചു. എന്നിട്ട് അംഗ്രേസൊക്കെ കൈദമേന്ത. പക്ഷേ ബീച്ച് മേ ബി ഉൻ ദോനോ കെ ബീച്ച് ചിട്ടിയോം കി ലേൻ ദേൻ. അവിടെയും ദില്ലിയിലായിരുന്നു മകൾ തടവറയിൽ, അവിടെ രംഗൂണിലായിരുന്നു അച്ഛൻ, ആര്, ബഹദൂർ ഷാ സഫർജി. എന്നിട്ട് ആദ്യം മകള് അച്ഛൻ അങ്ങോട്ട് കത്തയച്ചു. എത്ര നല്ല ശക്തമായ കാവലുണ്ടായിരുന്നിട്ടും എന്നിട്ട് അവിടുന്ന് അച്ഛനോ തിരിച്ച് മറുപടി നൽകുകയാണ് ആർക്ക്, തൻ്റെ മകൾക്ക്. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. एक जवाबी पत्र, മറുപടി കത്ത്. ओके, भारत के अंतिम मुगल बादशाह बहादुर शाह सफर द्वारा अपनी बड़ी बेटी कुलजुम जमानी बेगम को लिखा गया
ജവാബി പത്ര ഹേ. എൻ്റെ മക്കൾ മനസ്സിലാക്കിയല്ലോ. ബേട്ടിക്ക് നാം നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ജവാബി പത്രാണ്. ബഹദൂർ ഷാ സഫർജിൻ്റെയാണ്. ബഹദൂർ ഷാ സഫർജി അന്തിമ മുഗൾ ശാസകമാണ്, അവസാനത്തെ മുഗൾ ചക്രവർത്തിയാണ്. അവസാനത്തെ മുഗൾ ചക്രവർത്തി തൻ്റെ മകളായ കുൽസും സമാനി ബീഗത്തിന് കത്തയക്കുകയാണ്, മറുപടി കത്തയക്കുകയാണ്. മറുപടി കത്ത് എഴുതണമെങ്കിൽ ആദ്യം മകൾ ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടാവുമല്ലോ, അതെ. अपने बेटे और परिवार के प्रति सम्राट का प्यार, തൻ്റെ കുടുംബത്തോടും തൻ്റെ മകളോടുമുള്ള ആ ഒരു അച്ഛൻ്റെ രാജാവിൻ്റെ സ്നേഹത്തെ കുറിച്ചിട്ടും ദില്ലിവാസിയൊക്കെ പ്രതി പ്രേം, തൻ്റെ ദില്ലിവാസികൾ ജനങ്ങളോടുള്ള ഒരു സ്നേഹവും സഹാനുഭൂതിയും അങ്ങനെ സമ്രാട്ടിൻ്റെ അവസ്ഥയും എല്ലാം ഈ ഒരു കത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ളടാ. ഇനി ജസ്റ്റ് ഒന്ന് നമുക്കതൊന്ന് ഓടിച്ചു നോക്കാം എന്താണ് ഇതിൽ പറയുന്നതെന്നുള്ളത്. ഇത്ര ഇതിൽ പറയുന്നുള്ളൂ. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ കാണുമെടാ? യെസ്, 6:30 ലൈവിൽ കാണും. ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മിസ് അവിടെ പറഞ്ഞുതരും. പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് മിസ് ഈ ഒരു 6:30 ലൈവിൽ പറഞ്ഞുതരാൻ പോകുന്നത്. ഇത് ഈ വരുന്ന എക്സാമിന് മസ്റ്റാണ്. ഓക്കെ, അപ്പൊ ഇതിലെന്താ പറയുന്നത് മക്കളെ? ഖൈദി में रहकर बाप ने अपनी बेटी का खत बार बार पढ़कर सुनाया. നമുക്കറിയാം തടവറയിലാണ് അച്ഛൻ. അപ്പം അച്ഛൻ ആ കത്ത് വരുമ്പോൾ ആരാണ് അച്ഛന് കത്ത് വായിപ്പിച്ച് കേൾപ്പിച്ച് കൊടുക്കും? തന്നെ മകനെ അവിടെ തടവറയിൽ. ആരുടെ? നമ്മുടെ ബഹദൂർ ഷാ സഫർജീൻ്റെ. അപ്പം മകനോടാണ് വായിക്കാൻ പറയുന്നത്. അല്ല, നീ ഒന്ന് വായിപ്പിച്ച് കേൾപ്പിച്ച് തരൂ എൻ്റെ മകളുടെ കത്ത് എന്ന് പറയാണ്. അപ്പോൾ കൈദീമിരെയൊക്കെ തടവറയിലായിരുന്നിട്ടും ബാപ്പിനെ അച്ഛനെന്ത് ചെയ്തു? തൻ്റെ മകളുടെ കത്ത് വീണ്ടും വീണ്ടും വായിപ്പിച്ചു അല്ലേ? വാസ്തവമേ വഖത്ത് ആസുനാമാധ, ഒരു കണ്ണുനീർ കാവ്യം പോലെ ആയിരുന്നു. 3 बार सुनने के बाद भी बाप का दिल को करार नहीं आया. 3 പ്രാവശ്യമാണ് കേൾപ്പിച്ചു കൊടുത്തിട്ട് ആശ്വാസം കിട്ടിയോ? ഇല്ല. ഇനി അടുത്തത് അപ്പിനി ബേട്ടി കാ കത്ത് ബാദ്ഷാ കെ മൻ മേ പുരാനി യാദേൻ ജതാത്തി ഹൈ. തൻ്റെ മകളുടെ കത്ത് ആ ചക്രവർത്തിയുടെ ഉള്ളിലെന്താ പഴയകാല ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണ് അല്ലേ? ആ സമയത്ത് ഭരിക്കുന്ന സമയത്തുള്ള ഓർമ്മകളൊക്കെ ഇങ്ങനെ, അതായത് ശ്വാസം നടക്കുന്ന സമയത്ത്, നമ്മുടെ ഭരണത്തിൻ്റെ ആ സമയത്തുള്ള ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ വരികയാണ്. ഖൈദി കെ ബാദ് ദില്ലി വാലിയോं को परेशानियों के बारे में सोचकर वे व्यस्त थे. എന്താണ്? തൻ്റെ എങ്ങനെയായിരിക്കും തൻ്റെ ദില്ലിയിലെ ആ നിവാസികളുടെ അവരുടെ അവസ്ഥ ആലോചിച്ചിട്ടും ആകെ സങ്കടപ്പെടുന്നുണ്ട് ആ ഒരു കത്തിലാര്? നമ്മുടെ ബഹദൂർ ഷാ സഫർജി. ഇത്രേ പറയുന്നുള്ളടാ. അടുത്ത് നോക്കിയേ, ഈദൊക്കെ അതിലും 3ാമത്തെ സന്ദർഭത്തിൽ പറയുന്നത് ഈദൊക്കെ അവസരം. അന്നൊരു ഈദായിരുന്നു. इनाम लेकर आए मुसलमान भाइयों को बादशाह ने इनाम के बदले में मालिका का एक हार दिया. അന്ന് ഈദ് ദിവസമായിരുന്നു. കുറച്ച് മുസ്ലിങ്ങൾ ആരെ കാണാൻ വന്നു? ഈ ബഹദൂർ ഷാ സഫർജീനെ കാണാൻ വന്നു. എന്തുമായി വന്നു? കുറച്ച് തോഫി, കുറച്ച് സമ്മാനങ്ങളുമായിട്ടാണ് വന്നത്. പക്ഷെ ആദ്യം എന്ത് പറഞ്ഞു? നമ്മളെ ബഹദൂർ ഷാ സഫർജി വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് നിർബന്ധിപ്പിച്ചപ്പോൾ എന്താണ്, അവർ മേടിക്കുകയും ചെയ്തു. അതിന് പകരമായിട്ട് ഉസ്കെ എവസ് മേ എന്താ നൽകി? മല്ലിക കായ്ക്കാർദിയ, തൻ്റെ പട്ടമഹിഷിയുടെ, തൻ്റെ ഭാര്യയുടെ ഒരു വലിയ മാലയുണ്ട് കേട്ടോ. അത് ഒരു ഡയമണ്ടിൻ്റെതൊക്കെ പറയില്ല, ആ മാല അവർക്ക് നൽകി. ये जानकर अंग्रेजों ने सोचा कि इन लोगों के पास ज्यादा जवाहरात है. അപ്പോൾ ബ്രിട്ടീഷുകാരോ മാലയൊക്കെ അവർക്ക് നൽകിയെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാരെന്ത് ചിന്തിച്ചു? ഇവരുടെ അടുത്ത് ഒരുപാട് രത്നങ്ങളുണ്ട്, ഒരുപാട് ആഭരണങ്ങൾ എന്ത് ചിന്തിച്ചു. അതുകൊണ്ട് തന്നെ അവർ ചിന്തിച്ചതുപോലെ തന്നെ സംഭവിച്ചു. എന്ത്? എനിക്ക് ഖർച്ച് ബി ആദാ കർ ദിയേ ഗയേ. ഇവർ തടവറയിലല്ലേ, അപ്പോൾ ഇവരുടെ അടുത്ത് ഒരുപാട് സ്വർണ്ണം ഉണ്ടായിരുന്നതാണ് എന്നൊക്കെ പറഞ്ഞു ബ്രിട്ടീഷുകാർ. അങ്ങനെ ഇവരുടെ ചെലവ് എന്ത് ചെയ്തു? വെട്ടിക്കുറച്ചു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഒരു സംഭവമാണ് കേട്ടോ മക്കളായിട്ട്. ആ ഒരു സംഭവം, ഇത് ഇമ്പോർട്ടൻറ്റ് സംഭവം, മിസ് ഒന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അടുത്തത് എന്താ പറയുന്നത്? ബാദ്ഷാ കെ മൻ മേ ശങ്കാ ഹുയി കി യദി കത്ത് ബേട്ടി കോ മിലേഗി യാ നഹി. ബാദ്ഷയുടെ മനസ്സിൽ പറയുന്നുണ്ടല്ലേ, മകളെ ഈ കത്ത് നിനക്ക് കിട്ടുമോ ഇല്ലയെന്ന് അറിയില്ല. കാരണം എന്താണ്? ഭരോസയ്ക്ക് കൈ വ്യക്തി അബദ്ധോക്കെ സാബിത് ഹോത്തെ ഹേ. ഒരുപാട് വിശ്വസിക്കുന്ന ആളുകളുണ്ട്, പക്ഷെ അവർ ചതിച്ചവരായിട്ട് അല്ലേ, ചതിയന്മാരായിട്ടും ഞാൻ കണ്ടിട്ടുണ്ട്, അങ്ങനെ തെളിയിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ലേക്കിൻ ബാദ്ഷാക്ക വിശ്വാസേക്ക്, പക്ഷേ ബാദ്ഷായ്ക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. എന്ത്? ये खत पिता द्वारा अपने बेटी को लिखवाया है. ഈ കത്ത് ഒരു അച്ഛൻ തന്നെ മകൾക്ക് അയച്ചതാണ് അല്ലേ? അതിനെന്ത് കുറിച്ചില്ല? ഉസ്മേ അപ്പനെ ദേശീയ വിദേശിക്കെ ബാരമേ കോയി ബാത് നഹി ഹൈ. അതിൽ ദേശത്തെ കുറിച്ചിട്ടോ വിദേശത്തെ കുറിച്ചിട്ടോ ഒരു കാര്യമില്ല എന്നും വിശ്വാസം ഉണ്ടായിരിക്ക് ഈ പിതാവായ അല്ലെങ്കിൽ ചക്രവർത്തിയായിട്ടുള്ള ബഹദൂർ ഷാ സഫർജിക്ക്.
കേട്ടോ മക്കളെ, ഇത്ര ഇതിൽ പറയുന്നുള്ളൂ, കൂടുതലൊന്നുമില്ല. ബേട്ടിക്കേന മനസ്സിലായല്ലോ. എൻ്റെ മക്കൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ബേട്ടിക്കേന ജവാബി പത്ര ആരുടെ? ബഹദൂർ ഷാ സഫർജി. ആർക്കെഴുതിയ? കുൽസും ജമാനി ബീഗം ആയ തൻ്റെ മകൾക്ക്. കേട്ടാ, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഓർഡറാക്കി സെറ്റാക്കും. ഓക്കെ, ഇനി അടുത്തത് മേരെ ഭാരത്വാസിയും ആരുടേതാണ്? നമ്മുടെ ജവഹർലാൽ നെഹ്റുജിയുടെ ഭാഷണമാണ് അല്ലേ? അതിൽ എന്താ പറയുന്നത് മക്കളെ? നമുക്കറിയാം, ദശാബ്ദോं की कोशिशों लाखों के बलिदानों के फलस्वरूप. എപ്പോഴാണ് ഒരുപാട് ആളുകളുടെ എന്താ പറയുക ജീവന്റെ ബലിതർപ്പണത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയും ഫലമായിട്ട് നമുക്ക് എന്ത് കിട്ടി? 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിക്ക് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ 1947 ഓഗസ്റ്റ് 14 മധ്യരാത്രിക്ക് വേളാമേ, മധ്യരാത്രിയുടെ ഈ നേരത്ത് അർദ്ധരാത്രിയിൽ നമ്മുടെ പ്രധാനമന്ത്രി ആയിട്ടുള്ള പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജി തിരങ്ക ഫഹറാത്തെ ഹുയെ, ത്രിവർണ പതാക ഉയർത്തിക്കൊണ്ട് ജനങ്ങളോട് അഭിസംബോധന ചെയ്യുന്നതാണ്. അവരുടെ സ്വപ്നവും ഭാവിയോടുള്ള ആ ഒരു ജാഗരൂകത അല്ലെ, ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഷണിലൂടെ അദ്ദേഹം പറയുന്നത്. മനസ്സിലായല്ലോ? എപ്പോഴാണ് സംഭവം മനസ്സിലായല്ലോ? മേരെ ഭാരത്വാസിയും ഏക് ഭാഷൺ അഥവാ സ്പീച്ച്, പ്രസംഗമാണ്. ആരുടെ? ജവഹർലാൽ നെഹ്റുജിൻ്റെയാണ്. ഇത് എപ്പോൾ നടത്തിയതാണ്? 1947 ഓഗസ്റ്റ് 14 മധ്യരാത്രിയിൽ അർദ്ധരാത്രിയിൽ ജനങ്ങളോട് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയാണ്. എന്താ പറയുന്നത്? യെസ്, ഭാരത്വാസി പ്രതിജ്ഞ. ഫസ്റ്റത്തെ ഓരോ സംഭവങ്ങൾ ഓരോ ഘട്ടമാണ് കേട്ടോ മക്കളെ പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. അതാണ് മിസ് ഇവിടെ സൂചിപ്പിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. മിസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതാണ്. ഭാരത്വാസി പ്രതിജ്ഞാലയ രഹേ അല്ലെ, പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ആര്? നമ്മുടെ ജവഹർലാൽ നെഹ്റുജി. എന്ത് പ്രതിജ്ഞയാണ് മക്കളെ? നോക്കിയേ, വർഷവും പഹലെ ദിയാ ഗയാ വചൻ നിഭാനെ കാ സമയ ആ ഗയാ ഹൈ. ഫസ്റ്റ് എന്താണ് നമ്മുടെ ജവഹർലാൽ നെഹ്റുജി പറയുന്നത്? ഇതാ ഒരുപാട് വർഷം മുന്നേ അല്ലേ കൊടുത്തിരുന്ന വാക്ക് പാലിക്കാനുള്ള സമയം വന്നെത്തിയിരിക്കുന്നു. ആജ് രാത് 12 ബജെ, ഇന്ന് രാത്രി 12 മണിക്ക് ഭാരത് സ്വതന്ത്രതാക്കി നെയ് സുബഹ് സാത്ത് ഉടേക. ഭാരതം പുതിയ പുലരിയിലേക്ക്, പുത്തൻ പുലരിയിലേക്ക് ഇനി ഉണരും. ശോഷിത ദേശിക്ക് ആത്മാ, ചൂഷണം ചെയ്യപ്പെട്ട ഒരു ദേശത്തിൻ്റെ ആത്മാവ്, അതായത് നമ്മുടെ ഭാരതത്തിൻ്റെ ആത്മാവ്. अपनी बात कहने वाले इस संयोग में हम सारी मानवता की सेवा करने के लिए प्रतिज्ञा ले रहे हैं. തൻ്റെ ആ ഒരു ദേശത്തിൻ്റെ ആത്മാവ് സ്വന്തം കാര്യം പറയാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം അവർക്ക് ആ ഒരു ശേഷി കൈവന്നിരിക്കുന്നു, സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു അല്ലേ. ഇങ്ങനെയുള്ള ഈ ഒരു മുഹൂർത്തത്തിൽ സാരീ മാനവതാക്കിൽ ഈ മനുഷ്യരാശിക്ക്, അതായത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയിട്ട് അവരെ സേവിക്കണം എന്ന് പ്രതിജ്ഞ എടുക്കണം എന്നാണ് ആര് പറയുന്നത്? ഫസ്റ്റത്തതിൽ നമ്മുടെ ജവഹർലാൽ നെഹ്റുജി പറയുന്നത്. അതാണ് ഭാരത്വാസി പ്രതിജ്ഞ. ആദ്യം ഒരു ആഹ്വാനം ചെയ്യണം, നമ്മൾ പ്രതിജ്ഞ എടുക്കണം. നമ്മുടെ ഈ മനുഷ്യനൊക്കെ, ഈ മാനവിനെയൊക്കെ നമ്മൾ സംരക്ഷിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പ്രതിജ്ഞ എടുക്കണം. ഒന്നാമത്തെ സംഭവം മനസ്സിലായല്ലോ? അത്രേ പറയുന്നുള്ളൂ. ഞാൻ അടുത്ത് നോക്കിയേ, ഭവിഷ്യക്ക് ദൃഷ്ടി, ഇനി ഭാവിയിലേക്കുള്ള. ഇതുവരെയൊക്കെ കഴിഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയില്ലേ, ഇനി നമുക്ക് സുഖിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് സുഖിച്ച് ജീവിക്കാനല്ല, ഇനി ഭാവിയിലോട്ടാണ് ഇനി നമ്മുടെ കണ്ണ്. എന്താണ്? ഇതിഹാസ് ആരംഭ ഭാരതിന് അപ്പനെ അന്തഹീൻ കോച്ച് പ്രാരംഭി. ഇതിഹാസത്തിന് ആരംഭം മുതൽ തന്നെ ഒരു അറ്റമില്ലാത്തൊരു അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. അച്ഛേ ഓർ ബുരേ സമയമേ ബീസ് കോച്ച് കോ നഹീൻ ചോടാ. നീ നല്ല സമയമായിക്കോട്ടെ ചീത്ത സമയമായിക്കോട്ടെ, നമ്മുടെ ലക്ഷ്യം മറന്നോ? നമ്മൾ ഒരുപാട് സമരങ്ങൾ നടത്തി, സത്യാഗ്രഹങ്ങൾ നടത്തി, ഒരുപാട് പരാജയങ്ങളുണ്ടായി. അത് പരാജയപ്പെട്ടു എന്ന്, ആ സമരം പരാജയപ്പെട്ടു. ഇനി നമ്മുടെ ലക്ഷ്യം നമുക്ക് മറന്നേക്കാം എന്ന് മറന്നോ? ഇല്ല, നമ്മുടെ ലക്ഷ്യം മറന്നില്ല. എന്താണ് ലക്ഷ്യം? സ്വാതന്ത്ര്യം എന്നാണ് ലക്ഷ്യം. അതെന്ത് മാത്രമല്ല, ശക്തി ദേനേവാലി ആദർശവും കൂനഹിയും പോലെ, ഞങ്ങൾക്ക് ശക്തി നൽകിക്കൊണ്ടിരുന്ന ആദർശങ്ങളൊന്നും ഞങ്ങൾ മറന്നില്ല. दुर्भाग्य के इस युग का अंत हमारे लिए नए अवसरों के गुलने का कदम है. ഈ ദുർഭാഗ്യത്തിൻ്റെ ഈ ഒരു യുഗം അവസാനം, അതിൻ്റെ അവസാനം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ അവസാനം പുതിയ അവസരങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ടാണ് അത് അവസാനിപ്പിച്ചത്. ആ ദൗർഭാഗ്യത്തിൻ്റെ യുഗം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ യുഗം. ഇസ്സേ ബി ബഡി ഉപലബ്ധിയാ മാഗെ ഹേ, ഇതിനേക്കാൾ വലിയ നേട്ടങ്ങൾ ഇതാ നമ്മുടെ മുന്നിലുണ്ട്. हम അവസരവും കോ സമജ്കർ ഭവിഷ്യക്ക് ചുനൗത്തിയും കോ സ്വീകാർ കരേ. നമ്മൾ എന്തൊക്കെ അവസരങ്ങളുണ്ട് നമ്മുടെ മുന്നിൽ എന്ന് നമ്മൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഭവിഷ്യക്ക് ചുനൗത്തിയും കോ, ഭാവിയുടെ വെല്ലുവിളികളെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ?
സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. എന്തൊക്കെ വെല്ലുവിളികൾ ഇനി ഭാവിയിലുണ്ട്. കാരണം ഇതുവരെ ബ്രിട്ടീഷുകാരുടെ കൈകളിലായിരുന്നു. ഇതിനിപ്പോൾ നമ്മുടെ ഭാരതം നമ്മുടെ കൈകളിലായി. നമ്മൾ ഭാവിയിലേക്കായിട്ടാണ് ചിന്തിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അടുത്ത് നോക്കിയേ, ഭാരതത്തിൻ്റെ ഭവിഷ്യത്തിനെ കുറിച്ച് പറയുന്നത് ഭവിഷ്യമേ അമ്മേ അപ്പനെ വചൻ കോ ദോഹരാകർ ദേശ് കി സേവാ കരേ. എന്താണ് വചൻ? നമ്മുടെ വാക്ക് ഇങ്ങനെ ആവർത്തിച്ച് പറയണേ. എന്തിന്? ഭാരതയ്ക്ക് സേവാക്കാ താല്പര്യ. അത് ചോദിക്കും മക്കളെ, ഇത് മസ്റ്റാണ്. എന്താണ് ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഭാരതയ്ക്ക് സേവ ഉസ്കി അർത്ഥ ക്യാ ഹേ എന്ന് ചോദിച്ചോ, ഇതാണ് അതിൻ്റെ അർത്ഥം. ക്വസ്റ്റ്യൻ ആൻസർ ലാഖോം കരോടും പീഡിത ലോകോം കി സേവ കർണ. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമിന് ചോദിക്കും. എന്താണ് ഭാരതത്തെ സേവിക്കുക എന്ന് പറഞ്ഞ എന്താണ്? ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെ സേവിക്കുക എന്നാണ് അർത്ഥം. ലാഖോം കരോടോം പീഡിത ലോകോം കോ സേവാ കർണ. ഹമേ അപ്പനെ സ്വപ്നോ കോ സാകാർ കർണയ്ക്ക് പ്രയത്നം കരെ. നമ്മൾ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി പരിശ്രമിക്കണം. മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വപ്നം ഉണ്ടായിരിക്കും. എനിക്കടക്കം സ്വപ്നങ്ങളുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം അതിന്? ദിവസം അല്ലേ, നമ്മൾ ഓരോ മിനിറ്റും നമ്മൾ അതിനെ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. ആ സ്വപ്നം നമ്മൾ കാണണം കണ്ണിൽ അല്ലേ. അതിങ്ങനെ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നാലാണ് ആ സ്വപ്നം നമ്മുടെ കൈക്കുമ്പിളിൽ എത്തുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. എന്താണ് നമ്മുടെ സ്വപ്നം എന്ന് പറയുന്നത്? ലാഖോ ലോകോങ്കി അല്ലേ, ലാഖോ കരോട്, ഒരുപാട് ജനങ്ങളെ സേവിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല അടുത്ത് പറയുന്നുണ്ട്, ഈ സ്വപ്നം എന്ന് പറയുന്നത് പൂരെ വിശ്വക്കില് മൊത്തം ലോകത്തിന് വേണ്ടി മൊത്തം ഉള്ളതാണ്. ആജ് സഭ എന്തോ അതും പറയുന്നുണ്ട് നമ്മുടെ നെഹ്റുജി. കാരണം എന്താ? ഇന്ന് രാഷ്ട്രം ആജ് സഭ എല്ലാ രാഷ്ട്രങ്ങളും ഏക് ദൂസരെ സെ ബഡി സമീപത സെ ജുഡേ രഹനെ കെ കാരണം ഹമാരെ സപ്നെ പൂരെ വിശ്വ കെ ലിയെ ഭി ഹൈ. ഇന്ന് ഓരോ ദേശവും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് നമ്മുടെ ഈ ഒരു സ്വപ്നം എന്ന് പറയുന്നത് മുഴുവൻ ഈ ഒരു ലോകത്തിലൊട്ടാകെയുമാണ് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. അതിൽ ശാന്തി, സമാധാനവും സ്വതന്ത്രതയും സമൃദ്ധിയും വിനാശവും ഇതൊക്കെ അവിഭാജ്യ ഘടകമാണ് എന്നാണ് പറയുന്നത്. സ്വതന്ത്ര ഭാരത് മഹാൻ ഹേ. ഈ സ്വതന്ത്രമായ ഭാരത് മഹാൻ ഹേ ജഹാ ഉസ്കെ സാരെ ബच्चे रह सके. ഇവിടെ നമ്മുടെ എല്ലാ മക്കളും ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വതന്ത്ര ഭാരതം മഹനീയമാക്കി തീർക്കണം, മഹത്തായതാക്കണം എന്നാണ് പറയുന്നത് ആര്? ജവഹർലാൽ നെഹ്റുജി. ഒന്നുമില്ലടാ, നമ്മൾ സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മക്കളെ ഇനി നിങ്ങൾ നെഹ്റുജി പറയണേ, നിങ്ങൾ ഇനി ആരും സ്വാതന്ത്ര്യം കിട്ടിയെന്ന് കരുതി വെറുതെ ഇരിക്കരുത്. നിരന്തര പരിശ്രമം करना चाहिए क्योंकि सभी मानव को उसकी रक्षा करने के लिए, उसकी लाखों करोड़ों लोगों की सेवा करने के लिए അല്ലേ. അതാ പറയുന്നത്, അവരൊക്കെ സേവിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? നിരന്തര പരിശ്രമം करना चाहिए, പ്രയാസ് करना चाहिए എന്നാണ്. ഇത്രയുള്ളടാ ഈ മേരെ ഭാരത്വാസിയോ എന്ന് പറഞ്ഞുള്ള ഈ ഭാഷയിൽ പറയുന്നത്. എന്തൊക്കെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒക്കെ ഉണ്ട് എന്നുള്ളത് മിസ് എവിടെ കാണാം നമുക്ക്? യെസ്, 6:30 ലൈവിൽ കാണാം. മിസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുമായി ഡിസ്കസ് ഒക്കെ ചെയ്യുന്നതാണ് ഈ ഒരു ക്ലാസ്സിൽ. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത ചാപ്റ്റർ നോക്കിയേ, സുറിനാമി പെഹ്ലാ ദിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സുറിനാമി പെഹ്ലാ ദിൻ എന്നുള്ളത് 7वें विश्व हिंदी सम्मेलन की यात्रा के दौरान सुरिनाम की विशेषता तथा वहां हिंदी भाषा की गरिमा दिखाने वाले हिमांशु जोशी जी की सफरनामा है. 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം എവിടെ വെച്ച് നടക്കുകയാണടാ? സുറിനാമിൽ വെച്ച് നടക്കുകയാണ്. സുറിനാം എന്നുള്ള സ്ഥലത്ത് വെച്ച് നടക്കുമ്പോൾ അവിടേക്ക് യാത്ര നടത്തുകയാണ് ആരടാ? നമ്മുടെ ലേഖകനായിട്ടുള്ള ഹിമാംശു ജോഷിജി വിമാനത്തിലൂടെ പോവാണ്. ആ സമയത്ത് എത്രാമത്തേതും ചോദിക്കും മക്കളെ, എത്രാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനമാണ് അവിടെ നടക്കുന്നത്? യെസ്, 7ാമത്തെ. എവിടെ വെച്ചിട്ടാണ്? സുറിനാമിൽ വെച്ചിട്ടാണ് കേട്ടാ. അപ്പോൾ ഹിമാംശു ജോഷിയുടെ സഫർനാമയാണ്. നമുക്ക് നോക്കാടാ ഇതിലെന്തൊക്കെയാ പറയുന്നുള്ളത്. അതിൽ വിമാനത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൗതൂഹലം. നിങ്ങളൊക്കെ എല്ലാവരും പ്ലെയിനിലൊക്കെ സഞ്ചരിച്ചിട്ടുണ്ടോ? എത്ര പേരടാ ഈ വിമാനത്തിലൊക്കെ പോയിട്ടുണ്ട്? ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ കൗതൂഹൽ ക എഹ്സാസ്, അല്ലൊരു കൗതൂഹലമാണ് അല്ലേ. അതിലാണ് പറയുന്നത്, അതീത് ക പടാ ഹുവ ഭൂമധ്യ രേഖീയ പ്രദേശോं के गर्मी घने वन गहरी हरियाली आदि आज प्रत्यक्ष देख रहे हैं. ഞാൻ പഠിച്ചിട്ടുണ്ട്, ഭൂമധ്യരേഖീയ പ്രദേശങ്ങളിൽ ഒരുപാട് കൊടും ചൂടാണെന്നും അതേപോലെ നല്ല മഴയാണെന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. പഠിച്ചത് എപ്പോൾ പഠിച്ചത്? ജോഗ്രഫിയിൽ പണ്ട് ഞാൻ സ്കൂളിൽ പഠിച്ചതാ ഇന്ന് ഞാൻ നേരിട്ട് കാണുന്നു. സുറിനാമിലേക്ക് യാത്ര നടത്തുമ്പോൾ അവിടെ ഘനം, അതാണ് പറയുന്നത്,
ഗർമി ചൂടുണ്ട്, ഘനേവൻ നല്ല കൊടും കാടാണ്, ഗഹരീ ഹരിയാലി നല്ല നല്ല അങ്ങനെ തിക്ക് അത് കട്ടിയുള്ള നമ്മളെ ഹരിയാലി ഉണ്ടല്ലോ, പച്ചപ്പുറ്റിൻ്റെ കണങ്ങളുണ്ടാവില്ല, അതുതാ ഇന്ന് ഞാൻ നേരിട്ട് കാണുന്നു. എങ്ങനെ വിമാൻ ധർത്തിക്ക് ഓർ ജുക്കത്തെ സമയ യാത്രയോ കാ കൗതുഹൽ ബി ബഡ്താ രഹാ. വിമാനം ഇങ്ങനെ നമ്മുടെ നിലത്തേക്ക് ഇങ്ങനെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്താ യാത്രക്കാരുടെ കൗതൂഹലം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് കൗതുഹൽ കാ എഹസാസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹിന്ദി ഭാഷ. ഇന്നിപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്താണ് ഈ സുറിനാമിലൊക്കെ നമ്മുടെ വിശ്വ ഹിന്ദി സമ്മേളനമൊക്കെ അവിടെ വെച്ച് നടത്തുന്നത്, എന്തുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. ഹിന്ദി ഭാഷ എന്ന് പറയുന്നത് ഗിർമിട്ടിയ ശ്രമിക് അപ്പനെ സാത്ത് ഹനുമാൻ ചാലിസ തഥാ രാംചരിതമാനസ് ധർമ്മഗ്രന്ഥോं के रूप में ले गए ഹിന്ദി ഭാഷ കോ തൂഫാൻ കെ ബീഷ് ദിയേ കി തരഹ ജലായേഗാ. മക്കളെ, ഈ സുറിനാമിലോട്ട് നമ്മുടെ ഭാരതത്തിലെ ആളുകൾ 130 വർഷം മുന്നേ കുടിയേറി പാർത്തിരുന്നു. അപ്പം അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അവിടെ വിശ്വ ഹിന്ദി സമ്മേളനം നടത്തുന്നത്. അപ്പോൾ ഇവർ 130 വർഷം മുന്നേ ഇവിടുന്ന് കുടിയേറി പാർക്കുമ്പോൾ അവരുടെ കയ്യിൽ ധർമ്മഗ്രന്ഥങ്ങൾ ഉണ്ടാവൂലേ, അല്ലേ, നമ്മുടെ ബൈബിളും ഖുറാനും അതേപോലെ ഭഗവത്ഗീതയൊക്കെ പോലെ. അപ്പോൾ അവരുടെ ധർമ്മഗ്രന്ഥങ്ങളായിരുന്നു ഹനുമാൻ ചാലിസ്യം രാമചരിതമാനസൊക്കെ. അത് അവരിവിടുന്ന് കൊണ്ടുപോയിരുന്നു എന്നാണ് പറയുന്നത്. അതവരെങ്ങനെ സംരക്ഷിച്ചു? അവർ തൂഫാൻ കി ബേഷ്, എത്ര കൊടുങ്കാറ്റ് വന്നാലും ഒരു ദിയേക്ക് ഇത്തര നല്ല ഒരു എന്താ പറയുക വിളക്ക് പോലെ അവർ സംരക്ഷിച്ച് നിർത്തി എന്നാണ് പറയുന്നത്. അവർ ആജ് സാലോം ഭാദ് വഹനയെ വൈശ്വിക രൂപമേ ഉപസ്ഥിതി ഹേ. ഇതാ വർഷങ്ങൾക്ക് ശേഷം ഒരു ആഗോള രൂപം ഇവിടെ കൈവന്നിരിക്കുന്നു. അബ് ഹിന്ദി ശാസകോ ഏവം രാഷ്ട്രാധ്യക്ഷോ കോ ഭി ഭാഷ ബൻ ഗയി ഹെ. ഇന്ന് ഭരണകർത്താക്കളുടെയും രാഷ്ട്രാധ്യക്ഷന്മാരുടെയും ഭാഷയായി നമ്മുടെ ഹിന്ദി മാറിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. സംസാർ കെ 120 ദേശോ മേ അബ് ഹിന്ദിക്ക് ഉപസ്ഥിതി ഹെ. മക്കളെ, നിങ്ങൾ അറിഞ്ഞിരിക്കണം, എല്ലാവർക്കും നീയൊക്കെ ഹിന്ദിയാണ് എടുത്തോ, ഹിന്ദി ബംഗാളികളുടെ ഭാഷയല്ല എന്ന് ഒരുപാട് പേര് കളിയൊക്കെ ഉണ്ടാവും നിങ്ങളല്ലേ. മക്കളെ, നിങ്ങൾ ചുട്ട മറുപടി കൊടുക്കുക. കാരണം ഇന്ന് 120 ദേശങ്ങളിലാണ് ഹിന്ദി പഠിപ്പിക്കുന്നത്, ഹിന്ദിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് യൂണിവേഴ്സിറ്റികൾ പഠിപ്പിക്കുന്നുണ്ട്, ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഹിന്ദി പഠിച്ചതുകൊണ്ട്. അത് നിങ്ങളത് മനസ്സിലാക്കുക, പറയുന്നവർക്ക് കറക്റ്റ് മറുപടി കൊടുക്കുക. ബംഗാളിയുടെ ഭാഷ ബംഗാളാണ്, ബംഗാളി. ഓക്കെ, ഹിന്ദി എന്നുള്ളത് അത് ബംഗാളിയുടെ ഭാഷ ഹിന്ദി അല്ല എന്നുള്ള കാര്യം നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് സംസാർ കെ 120 ദേശവും 120 ദേശങ്ങളിൽ ഇന്ന് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. ഇനി അടുത്ത നോക്കിയ മക്കളെ, ഹിന്ദി മഹാപർവ്വയ്ക്ക് സാത്വീ യാത്ര. ഹിന്ദി ആ ഒരു ഉത്സവത്തിൻ്റെ ആ ഒരു സമ്മേളനത്തിന് 7ാമത്തെ യാത്രയാണ്. विश्व हिंदी सम्मेलनों की यह 7वीं यात्रा हिंदी महापर्व 130 साल पहले आए प्रथम भारतीय श्रमिक की स्मृति में आयोजित है. ഞാൻ പറഞ്ഞു മക്കളെ, എപ്പോൾ 130 വർഷം മുന്നേ അവിടേക്ക് പോയ ശ്രമിക, അതായത് തൊഴിലാളികൾ ഉണ്ടാവില്ലേ, അവർ തൊഴിൽ അന്വേഷിച്ചിട്ടാവുമല്ലോ പോയിട്ടുണ്ടാവുക. ആ തൊഴിലാളികളുടെ അല്ലെങ്കിൽ ആ ഒരു കുടിയേറി പാർത്തവരുടെ ഓർമ്മയ്ക്ക് സ്മൃതിയിലാണ് ഇത് പ്ലാൻ ചെയ്തത്. അവിടെ വെച്ച് നമുക്ക് 7ാമത്തെ വിശ്വ ഹിന്ദി സമ്മേളനം നടത്താം എന്നുള്ളത്. അതിൽ ആരൊക്കെ ഉണ്ടിടാ? ഹിന്ദി ലേഖകന്മാരുണ്ട്, പ്രചാരകരുണ്ട്, പ്രാധ്യാപകരുണ്ട്, സേവിയുണ്ട്. ഇവരെല്ലാവരും ആ സമ്മേളനത്തിലുണ്ട് എന്നുള്ളതാണ്. सर्वत्र भारती ही भारती देख रहने के कारण एक भारतीय शहर जैसा प्रतीत होती है. അവിടുത്തെ ഷഹർ എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? സുറിനാമിലെ പാരാമാരിബോ പട്ടണത്തിലാണ്. പാരാമാരിബോ, എൻ്റെ മക്കൾ മറക്കരുത്, പാരാമാരിബോ പട്ടണത്തിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ആ ഒരു ഷഹർ ഒരു ഭാരതത്തിലെ പട്ടണം പോലെ തോന്നി. കാരണം എന്താ, എവിടെ നോക്കിയാലും നമ്മുടെ ഭാരതീയർ മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ കുടിയേറി പാർത്തവരുണ്ട്, ഈ സമ്മേളനത്തിൽ വന്നു കഴിഞ്ഞ ഹിന്ദി ലേഖകന്മാരുണ്ട്, പ്രചാരകരുണ്ട്, സേവികളുണ്ട്, എല്ലാവരുണ്ട് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് സുറിനാമി ഹിന്ദി എങ്ങനെയാണെടാ? എപ്പോഴാണ് ഈ സമ്മേളനം നടക്കുന്നത്? ജൂൺ 6 ടു എത്ര വരെയാണെടാ? 6 to 9 വരെയാണ്. അപ്പം ഈ 6-നാണ് ഇന്ന് ഇനാഗുറേഷൻ്റെ ചടങ്ങൊക്കെ ഉണ്ടാവില്ലേ? ആരാണ് ശുഭാരംഭ്, ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചത്? സുറിനാമിലെ രാഷ്ട്രപതിയാണ് റൊണാൾഡോ വെനീഷ്യൻ. അപ്പം ഈ ഉദ്ബോധന്മേ തൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത്? ഹിന്ദി ഭാഷാക്കെ പ്രചാർ പ്രസാർക്കെ ബാരേമേ കഹ. ഹിന്ദി ഭാഷയുടെ പ്രചാരണവും അതിൻ്റെ പ്രസാരണത്തിനെ കുറിച്ചൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഹിന്ദി ഫിലിം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഹിന്ദി പാട്ടുകൾ ഇഷ്ടമല്ലേ? എത്ര
എത്ര മനോഹരാണല്ലേ. അതാ പറയുന്നത് ഉസ്കെ ഹിന്ദി ഫിലിം സംഗീത और ചലച്ചിത്ര के प्रति സുറിനാമി ലോഗോं का भी गहरा लगाव है. അപ്പൊ അതും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സുറിനാമി ലോഗോं का गहरा लगाव അത് ഏതിൽ, അതായത് അവരുടെ ആഴത്തിലുള്ള അടുപ്പം സുറിനാമിലെ ജനങ്ങൾക്ക് അവർക്ക് എന്തിനോടാണുള്ളത്? ഹിന്ദി ചലച്ചിത്രങ്ങളോട്, ഹിന്ദി ഫിലിമിനോട്, അതേപോലെ ഹിന്ദി സോങ്ങിനോട് എന്നുള്ളതാണ്. മനസ്സിലായല്ലോ? യെസ്. ഇനി ഭരതമിലാവ്, ലാസ്യയിൽ പറയുന്ന ഒരു ഭരതമിലാവ് പോലെ എനിക്ക് തോന്നിയെന്ന് ഹിമാംശു ജോഷിജി പറയുന്നുണ്ട്. ഭരതമിലാവ് എന്ന് പറയുന്നത് सुरिनामी भारतवंशियों का उत्साह देखकर लेखक को ऐसा लगता है कि 130 साल से बिछुड़े बंधु आज पुनः मिल गया है. എന്താണ് നമ്മുടെ ലേഖകൻ പറയുന്നത്? എനിക്ക് എന്ത് തോന്നി അല്ലെ, നമുക്കറിയാം നമ്മൾ ഒരുപാട് വർഷങ്ങളായി നമ്മുടെ ആരെങ്കിലും എവിടെയെങ്കിലും പോയാൽ അവർ നമ്മൾ പെട്ടെന്നൊരു നിമിഷം കാണുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കും, എന്തെന്നില്ലാത്തൊരു ആഹ്ലാദം ഉണ്ടായിരിക്കും അല്ലേ. അതിനെയാണ് ഉപമിച്ചിരിക്കുന്നത് ഭരതമിലാപ് ജയ്സ്. കാരണം രണ്ട് സഹോദരന്മാർ തമ്മിൽ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം കേട്ടാ. അപ്പം അതാണ് സുറിനാമിൽ. കാരണം സുറിനാമിലെ ജനങ്ങൾ നമ്മൾ 130 വർഷം മുന്നേ ഇവിടുന്ന് കുടിയേറിപ്പോയവരാണ്. അവർക്ക് നമ്മുടെ ഇവിടുത്തെ ഭാരതീയരെ ഇപ്പം കാണാൻ പറ്റി. അപ്പം അവരെന്താ ഒരുപാട് വർഷങ്ങളായി കാണാൻ പറ്റാത്ത ഒരു സൗഹൃദം, അല്ലെങ്കിൽ ആ ഒരു സുഹൃത്ത് ബന്ധം, അല്ലെങ്കിൽ നമ്മുടെ ഒരു സഹോദര ബന്ധം ഇന്ന് നമ്മൾ എന്താ കാണുകയാണ് എന്നാണ് പറയുന്നത്. അതാണ് ഭരത് മിലാപ് എന്ന് പറയുന്നത്. ഭരത് എന്ന് പറഞ്ഞാൽ ഭരതനും രാമനും തമ്മിലുള്ള ആ സമയത്തുണ്ടായ 14 വർഷം രാമൻ്റെ ആ ഒരു വനവാസ കാലത്ത് നമ്മുടെ ഭരതം വന്നില്ല കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഭരത് മിലാപ് എന്ന് പറയുന്നത് കേട്ടോ മക്കളെ. അതൊരു പ്രയോഗം തന്നെയാണ്. അപ്പം മനസ്സിലായല്ലോ, ഈ ഒരു ചാപ്റ്റർ മനസ്സിലായല്ലോ. നമ്മുടെ സുറിനാമി പഹലാദിന് എന്നുള്ളത് യെസ് ഇത്രയുള്ള. ബാക്കി നമ്മൾ ലൈവിന് സെറ്റ് ആക്കടാ. ഇനി മേരെ ലാൽ എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ പദാണ് സൂർദാസ്ജിയുടെ പദം അല്ലേ. സുധുമുഖ് ദേക്കി ജസോധാ ഫൂലി അല്ലേ. സുധുമുഖ് ദേക്കി ജസോധാ ഫൂലി പ്രേമ മകന് തനു കി സുധി ഭൂലി എന്നൊക്കെ. പ്രേമ മകന് തനു കി സുധി ഭൂലി എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ പറയണ മേരെ ലാലില് ശ്രീകൃഷ്ണ ബാലലീല സംബന്ധിത പദാണ് മക്കളെ ഇത്. അപ്പം മേരെ ലാൽ എന്ന് പറയുന്നത് മക്കളെ മനസ്സിലാക്കുക, എക്സാമിന് ചോദിക്കും. മേരെ ലാൽ എന്ന് പറഞ്ഞുള്ള പതിൻ്റെ കുറച്ച് വരികൾ തരും. അതിൻ്റെ എന്ത് ചോദിക്കും? അതിൻ്റെ ഭാവാർത്ഥം എഴുതാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ബാലലീല, കുട്ടിക്കാലത്ത് ആ ഒരു ലീല വികൃതിയില്ല, അതിനെ സംബന്ധിക്കുന്ന ഒരു പദമാണ്. ഇതിൽ ആരൊക്കെയാണ് മക്കളെ ഉള്ളത്? ബാലക കൃഷ്ണ, ആ കണ്ണൻ കൃഷ്ണനുണ്ട്, യശോദ കൃഷ്ണൻ്റെ അമ്മയുണ്ട്, നന്ദഗോപുര കൃഷ്ണൻ്റെ അച്ഛനുണ്ട്. ഇതിൽ അവർ മൂന്നാളാണ് ഇതിൽ പറയുന്നത്. ഇതിൽ വാത്സല്യഭാവമാണ്. ഒരമ്മയ്ക്കല്ല തൻ്റെ ഒരു അച്ഛന് തൻ്റെ മകളോടുള്ള അല്ലെങ്കിൽ തൻ്റെ മകനോടുള്ള ഒരു വാത്സല്യഭാവമാണ് നമുക്കിതിൽ കാണാൻ സാധിക്കുന്നത്. पुत्र के मोहक चेहरे और दुधिये दांतों को देखकर यशोदा अपने आप को भूल जाती है. തൻ്റെ പുത്രൻ്റെ മോഹിപ്പിക്കുന്ന മുഖം കണ്ടിട്ട്, ദുധിയേ ദാന്തം പല്ലുകൾ കണ്ടിട്ട് എന്താണ് യശോദ സ്വയം മറന്നു പോകുന്നു. അപ്പനെ അപ്പം സ്വയം മറന്നുപോയി. അയ്യോ ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു എൻ്റെ മകൻ അല്ലേ. എന്നിട്ട് പുറത്ത് നിൽക്കുന്ന തൻ്റെ ഭർത്താവായ ആരെ നന്ദഗോപുരെ വിളിച്ചു കൊടുന്നിട്ട് പുത്രക്ക് നോക്കിയേ, നമ്മുടെ പുത്രൻ്റെ സുന്ദരമായ മുഖം, സുന്ദരമായ പല്ലുകൾ നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ, ആ ചിരി ഒന്ന് കണ്ടു നോക്കി എന്ന് പറഞ്ഞിട്ട് നന്ദഗോപുരെ വിളിക്കുകയാണ് ആരെ? യശോദ. അപ്പോൾ സൂർദാസ് പറയാണ്, കിൽക്കാരി കന്നേവാലെ കൃഷ്ണ കോ ദേഖ് കർ ऐसा लगता है മാനോൽ കമൽ പർ ബിജലി ജം ഗയി ഹോ. എന്താണ് മക്കളെ ആ ഒരു കിൽക്കാരി, നല്ല ഹർഷധ്വനിയോടുകൂടി ചിരിക്കുന്ന, അല്ല സന്തോഷത്തോടു കൂടി ചിരിക്കുന്ന, ആ സൗണ്ട് ഉണ്ടാക്കുന്ന ആ കൃഷ്ണൻ്റെ മുഖം കണ്ടിട്ട് എങ്ങനെയാണത്? അല്ല ചുവന്ന താമരയിൽ മിന്നൽ പിണറേൽക്കുന്നത് പോലെയാണെന്നാണ് ആ ഒരു പാൽപ്പല്ലുകൾ കൊണ്ടുള്ള ചിരി. ഇത് ഭാവാർത്ഥമായി ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നോക്കിയ മക്കളെ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. 6 മാർക്കിന് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഷുവറാണ്. 2 പദില്യ മക്കളെ. മേരെ ലാലുണ്ട്, ഹേ കാനുണ്ട്. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുക. അപ്പോൾ എൻ്റെ മക്കൾ ഇത് പഠിച്ചു വയ്ക്കുക. കൂടുതലൊന്നുമില്ലടാ. ഫസ്റ്റ് ഭാവാർത്ഥം ചോദിക്കുകയാണെങ്കിൽ ആ സ്വർണ്ണപ്പണിന് അതേപോലെ തന്നെടാ ഫസ്റ്റ് നമ്മുടെ സൂർദാസിനെ കുറിച്ചുകൂടെ എഴുതി വയ്ക്കുക. സൂർദാസ് കൃഷ്ണ ഭക്തി ശാഖയ്ക്ക് പ്രമുഖ കവിയാണ്. അവരുടെ പ്രമുഖ രചനയാണ് സൂർസാഗർ. ഇത് ബാലലീലായെ വാത്സല്യ വർണ്ണൻ ഉത്തമ ഉദാഹരണമാണ് സൂർസാഗർ എന്നുള്ളത്. പ്രസിദ്ധ പദ കൃഷ്ണയ്ക്ക് ബാലലീല സംബന്ധിത ഹേ. കൃഷ്ണൻ്റെ ആ ഒരു വികൃതി, ബാലലീലകൾ അല്ലേ,
ആ കളികൾ, കുട്ടിക്കാലത്തുള്ള കളികളെ കുറിച്ചുള്ളതാണത്. അപ്പൊ ഇനി അടുത്ത പാരഗ്രാഫിൽ എന്താണോ അതിൽ പറയുന്നത് പറയാ. ബാലക കൃഷ്ണക്കെ ദൂത് കെ ദന്തിയോं को देखकर माता पिता अत्यधिक खुश हुए. തൻ്റെ ബാലകനായ കൃഷ്ണന്റെ ആ ദൂതക്കെ ദന്തിയും പാൽപ്പല്ലുകൾ, കുഞ്ഞു കുട്ടികളെ പാൽപ്പല്ലുകൾ കാണുമ്പോൾ മാതാപിതാ അച്ഛനും അമ്മയും എന്ത് ചെയ്യണ്, എന്തെന്നില്ലാത്ത സന്തോഷത്തിൽ മുഴുകാണ്. അപ്പനെ പുത്രക്കെ മോഹക ചെഹ്റ ദേക്കർ യശോദ പ്രസന്ന ഹോയി. തൻ്റെ പുത്രന്റെ മോഹിപ്പിക്കുന്ന മുഖം കണ്ടിട്ട് വളരെയധികം സന്തോഷവതിയാവുകയാണ്. പുത്രക്കെ ദുതിയെ ദാന്തോക്കോ ദേഖ്തേ ഹി യശോദ മാ അപ്പനെ ആപ്കോ ഭൂൽ ജാതി ഹെ. തൻ്റെ മകൻ്റെ ആ പാൽപ്പല്ലുകൾ കണ്ടിട്ട് സ്വയം മറന്നു പോവാണ് ആര്, ആ അമ്മ. അപ്പനെ പതി നന്ദകോ ബുലാക്കർ പുത്രക സുന്ദര സുഖദായ രൂപ ദേഖ്നെ കോ കഹത്തെ ഹെ. പുറത്ത് നിൽക്കുന്ന നന്ദഗോപരെ തൻ്റെ ഭർത്താവിനെ വിളിക്കാണ്, നോക്കൂ, വന്ന് നോക്കൂ, നമ്മുടെ പുത്രന്റെ സുന്ദരമായ മുഖം നോക്കൂ എന്ന് പറയാണ്. വേ കഹത്തെ ഹെ, അവർ പറയുന്നു, പുത്രക്കെ ഛോട്ടെ ഛോട്ടെ ദുതിയെ ദാന്തോ കോ ദേഖ്ന നയനോं के लिए സുഖദായ ഹെ. നോക്കൂ, ആ പുത്രന്റെ ചെറിയ ചെറിയ പാൽപ്പല്ലുകൾ കാണുമ്പോൾ നയനം, നമ്മുടെ കണ്ണുകൾ എന്താ നിറയണം അല്ലേ, എന്താ പറയണേ, ആ നയനം സുഖം തരുന്ന ആ ഒരു ആ കണ്ണുകൾ നിറയാന്നൊക്കെ പറയില്ലടാ, സഫലമാവാന്നൊക്കെ പറയില്ലടാ, അതാണ് ഇവിടെ പറയുന്നത്. പത്നിക്ക് ബാത്തേ സുൻകർ നന്ദ് പ്രസന്നതാപൂർവ്വക അന്തരായേ. തൻ്റെ പത്നിയുടെ, തൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ട് നന്ദഗോപുര് സന്തോഷത്തോടു കൂടി കാണട്ടെ കാണട്ടെ എന്ന് പറഞ്ഞ് വരികയാണ് ഉള്ളിലോട്ട്. പുത്രക്കെ ദൂതിയെ ദാന്തോ കോ ദേഖ് കർ ഉൻകെ മുഖ് ഔർ ചിത്വൻ ഖുഷി സേ ഭർ ഗയേ. എൻ്റെ മകൻ്റെ പാൽപ്പല്ലുകൾ കണ്ടിട്ട് ആ അച്ഛൻ എന്ത് ചെയ്യണ്, അച്ഛൻ്റെ മുഖവും അതേപോലെ തന്നെ എന്താ പറയുക, ചിത്വൻ, ആ ഒരു നോട്ടവും മുഖമൊക്കെ എന്താണ്, ഖുഷി സേ ഭർ ഗയേ, സന്തോഷം കൊണ്ട് നിറയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം ഇതിലെന്താണടാ, ഇത്രയുള്ളടാ ഇതിൽ പറയുന്നത്, കൂടുതലൊന്നുമില്ല. തൻ്റെ പാൽപ്പല്ലുകൾ നിറഞ്ഞ ആ കുട്ടിയുടെ ആ ചിരി കണ്ടിട്ട് ആദ്യം അമ്മ മതി മറന്നു പോവാണ്, പിന്നെ അച്ഛനെ വന്ന് വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ്, അച്ഛനും മതി മറന്നു പോവാണ്. അത്രയേ ഉള്ളൂ ഇതിൽ പറയുന്നത്. അപ്പം സൂർദാസ് പറയാണ്, ഇങ്ങനെ കിൽക്കാരി കർനെ വാല കൃഷ്ണ കോ ദേഖർ ऐसा लगता है മാനോ കമൽ पर बिजली जम गई हो. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ചുവന്ന താമരയിൽ മിന്നൽ പിടറലേൽക്കുന്നത് പോലെയാണെന്നാണ് ആരുടെ, നമ്മുടെ കൃഷ്ണന്റെ ചിരി എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നാണ് പറയുന്നത്. ये पद വാത്സല്യ രസക ഉത്തമ ഉദാഹരണ. വാത്സല്യം എങ്ങനെയാണ് ഒരു അമ്മയ്ക്ക് തൻ്റെ മകളോടും അല്ലെങ്കിൽ മക്കളോടുള്ള ഒരു വാത്സല്യം, അതിന് ഉദാഹരണമാണ് ഈ ഒരു പദ് എന്നുള്ളത്. കൃഷ്ണന്റെ മുഖ കമലക്കെ സമാന. കൃഷ്ണന്റെ മുഖം ലാൽ കമലാണ് അല്ലേ. ലാൽ കമൽ എന്ന് പറഞ്ഞാൽ നല്ല ചുവന്ന താമര പോലെയാണ് കൃഷ്ണന്റെ മുഖം. സഫേദ് ദാന്ത് ബിജലിക്ക് സമാന. ആ ഒരു പെട്ടെന്ന് ഒരു ചുവന്ന താമരയിൽ പെട്ടെന്ന് മിന്നൽപ്പിടൽ, അതായത് പെട്ടെന്ന് ചിരിക്കുമ്പോൾ അങ്ങനെ വെളുത്ത പല്ലുകൾ നിറഞ്ഞ്. ബാലകൃഷ്ണക്ക സൗന്ദര്യ അദ്വിതീയ. ബാലകൃഷ്ണന്റെ സൗന്ദര്യം അദ്വിതീയമാണ്. ഉനക്ക് ചേഷ്ടായം ഹൃദയഹാരി തഥാ അദ്വിതീയ. അവൻ്റെ ആ ഒരു ചേഷ്ടകള് അല്ലേ, ഒരു കുട്ടികളുടെ കാട്ടിലൊക്കെ ഉണ്ടല്ലോ ഈ കുഞ്ഞു മക്കളുടെ ഈ ഒരു വികൃതികളും അവരുടെ കളികളൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതേ ആ ഒരു കളികളെയും വികൃതിയെയും കുറിച്ചാണ്. അത് ഹൃദയഹാരി, ഹൃദയത്തെ ആ ഒരു ഹൃദയത്തിൽ എന്താണ് പിടിച്ചു കുലുക്കുന്നതാണ് എന്നൊക്കെ പറയില്ലേ, അതാണ് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി അടുത്തത് ഹേ കാനെ എന്നുള്ള ഈ പദിൽ നോക്കിയ മക്കളെ, ഈ ഹേ കാനെ, ഹേ കൃഷ്ണ എന്ന പദമാണ്. അതിൽ പ്രേമത്തിനും ശൃംഗാര വർണ്ണന അതിൻ്റെയാണ് ആ ഒരു രസക്ക പദാണിത് മക്കളെ. മുരളിക്ക് ആവാസ് മേ ഗോപികായം ചക്കിത് ഹോത്തെ ഹേ. എവിടുന്ന് ഓടക്കുഴൽ നാദം കേൾക്കുന്നുണ്ട്, ആരുടെ, കൃഷ്ണന്റെ. ആ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ ഗോപികമാർ പണി ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഈ മുരളീനാദം, ഈ ഓടക്കുഴൽ നാദം ഇങ്ങനെ ഇതിപ്പോൾ എവിടുന്നാണ് കേൾക്കുന്നതെന്ന്. അപ്പോൾ ആരാണ്, നമ്മുടെ ഈ മുരളിക്ക് ആവാസ്മി, ആ ഓടക്കുഴൽ നാദത്തിൻ്റെ ആ സൗണ്ടിൽ എന്താ, ഗോപികായം ചക്കി തോത്തി. ഗോപികമാരെന്ത് ചെയ്യാണ്, ആകെ അന്തം വിട്ടു പോവാണ്. സബ് കാം കാജ് ബോൽ ജാത്തെ. അവരെല്ലാ ജോലികളും മറക്കാണ്. കുല്ല് മര്യാദകളും വേദിക്കാക്കിയും സബ് കുച്ച് നഹീണ്ടരി. ഇത് കുലത്തിൻ്റെ മര്യാദ ഉണ്ട്, അതേപോലെ വേദത്തിൻ്റെ ആക്കിയിടത്തൊന്നും അവർക്ക് ഒരു പേടി ഉണ്ടായിരുന്നില്ല. അവരെന്തെയാണ് ചെയ്യുന്നത്, ഗോപികായം രൂപി നദിയാം കൃഷ്ണരൂപി സാഗർമേ ജാമിൽത്തേ. ഗോപികമാരാകുന്ന നദികൾ എന്തെയ്യുന്നു, ആ കൃഷ്ണനാകുന്ന കടലിലേക്ക് ഒഴുകുന്നത് പോലെയാണ് അവർ കൃഷ്ണനെ തേടി അവർ പോകുന്നത്. സൂർദാസ് പറയാണ്, ചതുര കൃഷ്ണനെ ഗോപികാവും കോമൻ കോഹർലിയ. എന്താ പറയുന്നത് സൂർദാസ് ഈ പതിലൂടെ, ആ ചതുരനായ സമർത്ഥനായിട്ടുള്ള ആ കൃഷ്ണൻ ഗോപികാമരുടെ മനസ്സ് കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഭാവാർത്ഥം ചോദിക്കുകയാണെങ്കിലോ ഫസ്റ്റത് അതേപോലെ തന്നെ എഴുതാം, അതിലിത് മാറ്റം ഉണ്ടാവും. എന്താണ്, പ്രേം കാ സരസ് വർണ്ണൻ അദ്വിതീയ ഹേ,
സൂർസാഗർ രാസലീല സംബന്ധിത് ഹേ, രാസലീല സംബന്ധിതാണ് നമ്മുടെ ഇന്ത് ഹേ കാൻ എന്നുള്ളത്. സൂർദാസ് പറയാണ്, ജബ് മുരളി കി മീട്ടി ആവാസ് സുനായ് പടി തബ് സാരി ഗോപികായേം ചകിത് ഹോ ഗയി. എവിടെ നിന്നാണോ മുരളിയുടെ ആ മധുരതരമായ സൗണ്ട് കേൾക്കുന്നത്, എല്ലാ ഗോപികമാരും ചക്കിത് ഹോകെ, അന്തം വിട്ടു പോവാണ് അല്ലേ. സബ് കാം കാജ് ഭൂൽ ഗയ്, അവർ ചെയ്യുന്ന ജോലികളൊക്കെ അവർ മറക്കുകയാണ്. മാത്രമല്ല അവരുടെ കുലത്തിൻ്റെ മര്യാദകളും വേദോം കി ആഖികളും അവർക്കൊന്നും അതിലൊന്നും അവർ പേടിച്ചില്ല. ബിൽക്കുൽ നഹീൻ ടരി. അവരെങ്ങനെയാണോ സാഗർമേം സമുദ്രത്തിൽ നദികൾ വന്നു ചേരുന്നത്, നദിയാം ജാക്കർ മിൽത്തി ഹേ, ഉസി പ്രകാരം ആ പ്രകാരം ഗോപികമാരാകുന്ന നദി, ഗോപികായാം രൂപി നദിയാം അപ്പനെ പ്രിയതം കൃഷ്ണരൂപി സമുദ്രസെ, തങ്ങളുടെ പ്രിയതമനായ കൃഷ്ണനാകുന്ന സമുദ്രത്തിലേക്ക് മിൽനെ കെ ലിയെ വൻ കി ഓർ നിക്കൽ പടി അല്ലേ. ഉസ്കെ മിൽനെ കെ ലിയെ, ആ സമുദ്രത്തിലേക്ക് എത്തുന്നതിന് വേണ്ടി അവരെന്ത് ചെയ്യണം, ഓടുകയാണ് ചെയ്യുന്നത് എന്നാണ്. ഇതിലെന്താ പറയുന്നത്, അതിൽ ഗോപികമാര് അവർക്ക് പുത്രന്മാരുണ്ട്, പതികളുണ്ട് അല്ല. അവരുടെ സ്നേഹമോ ഗുരുജനോ കാ ഭയ്, അവരുടെ ഗുരുക്കന്മാരുടെ ഭയമോ ലജ്ജയോ ഒന്നും കിസി ബി ഭാതിക്ക് പർവാനയ്ക്ക്, അപ്പോഴൊന്നും അവരിതൊന്നും ചിന്തിച്ചില്ല. തങ്ങൾക്ക് ഭർത്താക്കന്മാരുണ്ട്, പുത്രന്മാരുണ്ട്, തങ്ങൾക്ക് ഗുരുക്കന്മാരുണ്ട്, തങ്ങൾക്ക് വേദങ്ങളുണ്ട്, അവരുടെ ആക്യങ്ങളുണ്ട്, അവരുടെ മര്യാദ, ഇതൊന്നും അവരപ്പ ചിന്തിച്ചില്ല. തങ്ങൾക്ക് ആര് മാത്രം മതി, തങ്ങൾക്ക് എൻ്റെ കൃഷ്ണൻ മാത്രം മതി എന്ന് പറഞ്ഞു. സൂർദാസ് പറയണ്, ചതുരനായ സുന്ദർ ശ്രീകൃഷ്ണ ഗോപികാओं को मन को हर लिया. सूरदास इस पद में कृष्ण और गोपिकाओं के प्रेम का सरस वर्णन किया है. ഇത്ര ഇതിൽ പറയണല്ലടാ, ഗോപികമാരുടെ മനസ്സ് കീഴടക്കുകയാണ് നമ്മുടെ കൃഷ്ണൻ. എന്നിട്ടോ കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള പ്രേമത്തിൻ്റെ ഒരു സരസ് വർണ്ണനയാണ് ഈ ഒരു പതിലൂടെ ആര് വ്യക്തമാക്കുന്നത്, സൂർദാസ് വ്യക്തമാക്കുന്നത്. മനസ്സിലായില്ലടാ. ഇത്രയൊരു ചാപ്റ്ററിൽ ചോദിക്കുള്ളൂടെ, ഭാവാർത്ഥ ചോദിക്കും. ആ ഭാവാർത്ഥ ഫസ്റ്റത്തെ ഭാവാർത്ഥ ചോദിക്കുകയാണെന്ന് വെച്ചാൽ അത് എഴുതുക, രണ്ടാമത്തെ ഭാവാർത്ഥ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതുക. മനസ്സിലായില്ലടാ. ഓക്കെ, 6 മാർക്കിന് ചോദിക്കും. അടുത്തത് ദോസ്തി എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഫിലിമി ഗീതിൽ എന്താണ് പറയുന്നത് മക്കളെ, നമുക്കറിയാം ഈ ദോസ്തി എന്നുള്ളത് ആരുടെയാണ്, ശ്രീ രമേശ് സിപ്പിൻ്റെ നിർദ്ദേശമില്ല. രമേശ് സിപ്പിയാണ് ഈ ഫിലിമി ഗീതി, ഫിലിം സോങ് ആയിട്ടുള്ള അതിൻ്റെ ഡയറക്ഷനിൽ പറഞ്ഞതാണ്. ഷോലെ അല്ലേ, ഷോലെ മൂവി അത് സർവകാലീൻ ബെഹത്തരീൻ ഫിലിമോം സേക്ക്, എക്കാലത്തെയും മികച്ച ഹിറ്റുകളിൽ ഒന്നാണ്. ഇത് ലോകപ്രിയ ഗീതാണ് ഏ ദോസ്തി. അതിൽ ആനന്ദ് ബക്ഷിയാണ് ഇതിൽ രചയിത. സംഗീതകാരാരാണ്, ശ്രീ R.T. ബർമനാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് എഴുതിയതാരാണ്, ആനന്ദ് ബക്ഷിജിയാണ്. മ്യൂസിക് കൊടുത്താരാണ്, R.T. ബർമനാണ്. ഫിലിമിന്റെ മുഖ്യ പാത്രങ്ങളാണ് വീരു ജയ് എന്നുള്ളത്. വീരു ജയ് മുഖ്യ കഥാപാത്രങ്ങളാണ്. അവർക്ക് ഈ വീരു ജയ്, അതായത് അമിതാഭ് ബച്ചനും അതേപോലെ ധർമ്മേന്ദ്രനാണ് അഭിനയിച്ചിട്ടുള്ളത്. അവർക്ക് സൗണ്ട് കൊടുത്താരാണ്, കിഷോർ കുമാറും മന്നാടിയാണ് കേട്ടോ. അപ്പോൾ അവരൊരു ബൈക്കിൽ സഫർ യാത്ര ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതി വെക്കാം. എനിക്കിതൊക്കെ കുറേ ഉണ്ടെന്നാണ്, നിങ്ങൾ എഴുതി വെക്കേണ്ട, നിങ്ങളിത് മാത്രം എഴുതിച്ചാൽ മതി. ഹിന്ദിക്ക് സർവകാലം ബെഹത്തരീൻ ഫിലിമോം സേഖ് ഹേ ഷോലെ മൂവി, ഉസ്കെ എന്താ പറയുക, ആ ഒരു മുഖ്യ ഗീത് ഹേ എന്നൊക്കെ, ലോകപ്രിയ ഗീത് ഹേ ദോസ്തി എന്ന് പറഞ്ഞിട്ട് ഇത് മാത്രം എഴുതി വയ്ക്കുക. നമ്മൾ ആനന്ദ് ബക്ഷി ദ്വാര രചിത് ഹേ എന്ന് മാത്രം നിങ്ങൾ എഴുതിച്ചാൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടി പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം അതിൽ എന്താ മക്കളെ പറയുന്നത്, നമ്മൾ പറഞ്ഞു ഫ്രണ്ട്ഷിപ്പിൻ്റെ അതിൻ്റെ അല്ലേ, ഏ ദോസ്തി ഗീത് മേ സച്ചി ദോസ്തിക്ക് മഹത്വക്ക വർണ്ണൻ കിയാ ഹേ, യഥാർത്ഥ സൗഹൃദത്തെ കുറിച്ചിട്ടാണ് ഇതിൽ പറയുന്നത്. ഗീത് മേ കഹാ, ഇതിൽ പറയുന്നുണ്ട് മൃത്യു കെ സാമനെ ബി ദോസ്തി കാ വിജയ് ഹോത്തി ഹെ, മരണത്തിൻ്റെ മുന്നിലും ഒരു സൗഹൃദമാണ് വിജയിക്കുക എന്നാണ് പറയുന്നത്. ദോസ്തോ കാ ദുഃഖ് സുഖ് ദുഃഖ് ജയ പരാജയ് സബേ കി ഹെ. ഇനി ഒരു സുഹൃത്തിനെ, നമ്മുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരുടെ ജയം, അവൻ്റെ ജയം അതെൻ്റെ ജയമാണ്, അവൻ്റെ പരാജയം അതെൻ്റെ പരാജയമാണ്, അല്ലെ അവൻ്റെ മരണം അതെൻ്റെ മരണത്തിന് തുല്യമാണ്. അങ്ങനെയാണടാ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഫ്രണ്ട്സ് ഉണ്ടാവില്ലടാ അല്ലേ, നമ്മൾ ഇൻറ്റിമേറ്റ് നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ടാവില്ലടാ. ആ ഫ്രണ്ട്സിനെ നിങ്ങൾ ആലോചിക്കാതെ എഴുതുമ്പോൾ അത്ര മതിയടാ. ദോസ്തി കോ ബനായെ രഖ്നെ കെ ലിയെ ജാൻ പർ ഖേൽനെ കെ ലിയെ ഭീ മിത്ര തയ്യാർ ഹോ ജാത്തി ഹെ. എൻ്റെ ജീവൻ വരും, അല്ല എൻ്റെ ജീവൻ ആ ഒരു ഫ്രണ്ട്സിന് വേണ്ടി, ആ ഒരു ഫ്രണ്ടിന് വേണ്ടി ഞാൻ ബലിയർപ്പിക്കും എന്നാണ് പറയുന്നത് കേട്ടാ. ആ ജാൻ പർ ഭി ഖേൽനെ, ജീവൻ വെച്ച് കളിക്കാനും ഞാൻ തയ്യാറാണ് എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട്. ദോസ്തി മേ ഏക് ദൂസരെ കെ ലിയെ മർ ജാനെ യാ ദുശ്മനി മോൾ ലേനെ കാ ഭി ദോസ്ത് തയ്യാർ ഹോ ജാത്തി ഹെ. ഇനി ആരോടെങ്കിലും
മരിക്കണം, ആർക്ക് വേണമെങ്കിലും മരിക്കണോ, എൻ്റെ ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ തയ്യാറാണ്. ആരുടെങ്കിലും എന്നെ ശത്രുക്കളാക്കണോ, അല്ലെങ്കിൽ ആരുടെങ്കിലും ഇങ്ങനെ അതായത് ഈ ഒരു ഫ്രണ്ടിന് വേണ്ടി, ബെസ്റ്റ് ഫ്രണ്ടിന് വേണ്ടി ശത്രുക്കളാക്കണോ, ഞാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത്. ലോഗോം കി നസർ മേ മിത്ര ദോ ഹേ, ജനങ്ങൾ കാണുന്ന അവർ രണ്ടുപേരാണ്, പക്ഷേ നമ്മൾ രണ്ടല്ല, ഞങ്ങൾ ഒന്നാണ് എന്നാണ് പറയുന്നത്. വോ മനസ്സേക്ക് ഹേ, ഞങ്ങൾ മനസ്സുകൊണ്ട് ഒന്നാണെന്നാണ്. അപ്പോൾ ആ ഒരു ബന്ധത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഗീത് കെ ഹർ ഏക് പങ്ക്തിയാം സാർത്ഥകേ, ഗീതിൻ്റെ ആ പാട്ടിൻ്റെ ഓരോ വരികളും അത്രയും സാർത്ഥകമാണ് എന്നാണ് അല്ലേ, അത്രയും അർത്ഥവത്തായതാണ്, ആകർഷകമാണ്, അട്രാക്റ്റീവാണ്. ജീവൻ മേ സച്ചി ദോസ്തി കേസി ഹോനി ചാഹിയെ, ഒരു ജീവിതത്തിൽ യഥാർത്ഥ സൗഹൃദം എങ്ങനെയായിരിക്കണം, ഇത് ഈ ഗീതിൽ കാണിക്കുന്നുണ്ട് എന്നാണ്. ഏക് ഫിലിമി ഗീത് മേ ജോ ഖൂബിയാം ഹോനി ചാഹിയെ, ഒരു ഫിലിമി ഗീതിൽ എന്തൊക്കെ നല്ല കാര്യങ്ങൾ വേണോ അതൊക്കെ ഹം ജറൂർ ദേഖ് സക്തേ ഹേ. ഗീതിൻ്റെ മാധുര്യ കെ കാരണം ഹിന്ദി ഫിലിമി ജഗത് മേ ഏക് ലോകപ്രിയ ഗീത് ബൻ ഗയാ ഹേ, ഹേ ദോസ്തി അല്ലേ. ആ ഒരു ഫിലിമിൻ്റെ ആ ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ലോകപ്രിയ ഗീത് ആയി മാറിയിരിക്കുന്നു. ഗീതിലെ രചനാക്കാർ, സംഗീതക്കാർ, രചന നിർവഹിച്ച ആൾ, സംഗീതം കൊടുത്തത്, പാർശ്വഗായക, പിന്നണി ഗായകർ, अपनी अपनी प्रतिभा का സഫലതാപൂർവക പ്രദർശൻ കിയാ ഗയാ ഹൈ. ഓരോരുത്തരും അവരവരുടെ കഴിവുകളുടെ മാക്സിമം ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഹേ ദോസ്തി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഫിലിമേക്ക് ഇത് ചോദിക്കും. ചിലപ്പോൾ ചില ഈ രണ്ട് സെൻറ്റൻസുകൾ തരും, ഈ ഒരു പാട്ടിൻ്റെ 2 വരികൾ തന്നിട്ട് ആ 2 വരികളുടെ എന്ത് ചോദിക്കും, അതിൻ്റെ ആശയം എന്താണ്, ദോസ്തിയുടെ വിശേഷത നിങ്ങൾക്ക് എഴുതിക്കൂടെ? യെസ്, അത്ര ഇതിൽ ചോദിക്കുള്ളൂ കേട്ടോ, കൂടുതലൊന്നുമില്ല. പിന്നെ സൗഹൃദത്തെക്കുറിച്ചൊരു ഒരു കുറച്ച് ടിപ്പണി ചോദിക്കും, 4-6 മാർക്കിനുള്ള അത്രേ ചോദിക്കുള്ളൂ. അടുത്തത് പാരിഭാഷിക് ശബ്ദാവലി. എൻ്റെ മക്കൾക്ക് അറിയാവുന്നതാണ്, നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ് ടെക്നിക്കൽ ടേംസ് എന്നുള്ളത്. ഒന്നുമില്ല മക്കളെ, ഇത് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ചാപ്റ്ററിൽ ഉണ്ടായിരിക്കും. നമ്മുടെ നിങ്ങളുടെ 52-53 പേജിൽ കൊടുത്തിട്ടുണ്ടത്. അപ്പം മിസ് ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ മാത്രം എൻ്റെ മക്കൾ പഠിച്ചു വെക്കുക. ഇത് 8 മാർക്കിന് ചോദിക്കും. സഹി മിലാൻ കർണേക്കില്ലേ, എങ്ങനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അത് 8 മാർക്കിന് നിങ്ങൾ എഴുതുക. ഇതൊന്ന് നോക്കിയാൽ മതി. ആദ്യം ഒന്ന് വായിച്ചു നോക്കുക. ആക്സലറേഷൻ, ത്വരൻ, അക്കൗണ്ടൻസി, ലേഖാശാസ്ത്ര. അപ്പോൾ ഒരുപാട് അങ്ങനെ വായിച്ചുമ്പോൾ നിങ്ങൾ വേഗം നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും. ഓക്കെ, ഈസി ഉള്ളതാണ് കേട്ടോ മക്കളെ തരിക. ഒന്നും ടഫ് വേർഡ്സും ഇല്ല, പുറത്തുനിന്നൊന്നും ചോദിക്കില്ല. എന്താണോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ള അത് മാത്രമേ തരുള്ളൂ. 8 മാർക്കിന് സുഖമായിട്ട് എഴുതിക്കൂടെ ഇടാ. യെസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു പാരിഭാഷ ശബ്ദാവലി. കൂടുതലൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, കാരണം എൻ്റെ മക്കൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുള്ളതാണ്. അതെ, ഇനി അടുത്തതാണ് ജമീനേക്ക് സ്ലേറ്റ് കാ നാം ഹേ എന്നുള്ളത്. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, ഒരുപാട് ക്വസ്റ്റ്യൻ ഇതിൽ നിന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇത്ര ഇതിൽ പറയുന്നുള്ളടാ. ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ആത്മകഥയല്ലേ, ഏകാന്ത് ശ്രീവാസ്തവജിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമല്ലേ നമ്മളോട് പറഞ്ഞത്, അതാണ് ആത്മകഥ എന്ന് പറയുന്നത്. ആത്മകഥാൻഷ് തയ്യാർ കന്നേക്കിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ട്, ആത്മകഥാൻഷ് ലിഖേ എന്ന് പറഞ്ഞാൽ. അപ്പം നിങ്ങൾ എന്താ, ആത്മകഥയാണ്, സ്വന്തം കഥ എന്ന് പറയുമ്പോൾ അതെന്ത് ആത്മനിഷ്ഠമായ ശൈലിയിൽ വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതായത് മേ, അപ്നെ, മുജേ എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു അതായത് നമ്മൾ സ്വയം നമ്മുടെ കഥ പറയുമ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ മേ, അപ്ന, മുജേ അങ്ങനെയാണ് പറയേണ്ടത്. ഓക്കെ, ഏകാന്ത് ശ്രീവാസ്തव ने अपने आत्मकथांश में जमीन बेचने को विवश पिता की पीड़ा को कविता का रूप दिया है. ഇത്രയേ ഉള്ളൂ. ഒരു ഏകാന്ത് ശ്രീവാസ്തവജി തൻ്റെ ആത്മകഥാംശമായ ഭൂമി ഭൂമി എന്നുള്ള ഒരു സ്ലേറ്റിൻ്റെ പേരാകുന്നു എന്ന് പറഞ്ഞ ഈ ഒരു ചാപ്റ്ററിൽ തൻ്റെ ഒരു ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാതെ ഒരു നിവൃത്തിയില്ല ഒരു അച്ഛന് മുന്നിൽ, ആ അച്ഛൻ്റെ വേദനയ്ക്ക് ആ ഒരു വേദനയാണ് ഒരു എന്ത് പറയുന്നത്, കവിതാക്കാ രൂപ് ദിയാ ഹൈ എന്ന അവസാനത്തെ ഒരു കവിത ഇല്ലേ മക്കളെ, നിങ്ങൾക്ക് അറിയുണ്ടാവുമല്ലേ. മേ ജമീൻ ഹേം ബീച്ച്താ ഹോം ഹൃദയ എന്ന് പറയുന്നുണ്ട് അല്ലേ. ഹൃദയ കട്ടുക്കടാഹ, ഹൃദയത്തിൻ്റെ ഒരു ഭാഗമാണ് ഞാൻ ഇന്ന് വിൽക്കുന്നത് എന്ന്. പിതാക്കിലെ അച്ഛൻ എന്താണ്, ഓരോരുത്തർക്കും അവനവൻ്റെ ഭൂമി എന്ന് പറഞ്ഞാൽ എന്താണ്, അവനവൻ്റെ ജീവന് തുല്യമാണ്, തന്നെ അവനവൻ്റെ ഹൃദയത്തിന് തുല്യമാണല്ലോ. കാരണം അത്രയും കഷ്ടപ്പെട്ടിട്ട് അവരൊക്കെ ആ ഭൂമി എന്താ പറയുക വാങ്ങിയിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ പിതാക്കിലിയെ വോ ജമീൻ സിർഫ് ഏക് ജമീൻ നഹീ ദി, വെറും ഒരു ജമീൻ, ഒരു ഭൂമി മാത്രമല്ല തൻ്റെ ആ പിതാവിന്
अपने हृदय का टुकड़ा था തൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണത് രജിസ്ട്രി के कागजात पर हस्ताक्षर करते हुए पिता को मिट्टी को गीली सुगंध യാഥാത്തി ഹേ എന്നാണ്. അത് രജിസ്ട്രേഷനെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണല്ലോ അല്ലേ. ആ കൊടുക്കുന്ന സമയത്ത് ആ അച്ഛന് തൻ്റെ ആ മിട്ടിയുടെ തൻ്റെ ആ ഒരു ഭൂമിയുടെ മണ്ണിൻ്റെ ആ ഒരു മണ്ണിൻ്റെ ഒരു 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 സുഗന്ധം ഓർമ്മ വരികയാണ് എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ പ്രമുഖ പാത്രങ്ങൾ ആരൊക്കെയാണ് മക്കളെ? ലേഖക എന്ന് പറഞ്ഞാൽ അവരാണ് ഇത് കഥ പറയുന്നത്. അതാണ് മേം എന്നിവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ മേം എന്നുള്ളത് നമ്മുടെ ലേഖകനാണ്. പിന്നെ ലേഖകൻ്റെ പിതാജും ലേഖകൻ്റെ ദീദിയും, അച്ഛനുണ്ട് ചേച്ചിയുണ്ട് കേട്ടോ. ഇതിൽ എന്താ പറയുന്നത് മക്കളെ? നമുക്കറിയാം ലേഖക की बहन की शादी के लिए जमीन बेचने में विवश पिता की पीड़ा का वर्णन हुआ है. തൻ്റെ ലേഖകൻ്റെ സഹോദരിയുടെ അതായത് ഈ പിതാവിൻ്റെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ജമീൻ ബേച്ചനമേ തൻ്റെ ആകെക്കൂടെയുള്ളൊരു സ്വത്ത് തൻ്റെ ഭൂമി വിൽക്കുന്ന അച്ഛൻ്റെ ഒരു വേദനയാണ് ഇവിടെ പറയുന്നത്. പിതാക്കിലെ വസമീൻ അപ്പന് ഹൃദയ കാട്ടുക്കിടാതെ നമ്മൾ പറഞ്ഞു പിതാവിന് അല്ലേ, പിതാക്കിലെ ആ പിതാവിന് ആ ഭൂമി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. രജിസ്ട്രിക്ക് പൂർവ്വ പിതാക്കു അപ്പനി ജമീൻ ദേക്കിനേക്ക് ഇച്ഛാ ഹോത്തി ഹെ. രജിസ്ട്രേഷന് മുന്നേ ആ പിതാവിന് തൻ്റെ ഭൂമി കാണുന്നതിന് വേണ്ടി ആ ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? നാളെ അത് ആരുടേതോ ആയി മാറും. പിന്നെ എന്തിനാണ് ഞാൻ ആരുടേതോ ആ ഭൂമിയിലേക്ക് പോകുന്നത്? കാരണം ഇപ്പം എൻ്റെ ഭൂമിയാണ് അല്ലേ. അതാണ് രജിസ്ട്രിക്ക് പൂർവ്വ, രജിസ്ട്രേഷന് മുന്നേ ആരോട് പറയുന്നുണ്ട്? ലേഖകനോട് പറയുന്നുണ്ട് നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വരാം എന്നുള്ളത്. രജിസ്ട്രിക്ക് ബാദ് ഉസ്കോ മിട്ടിക്ക് ഗീലി സുഗന്ധ യാഥാത്തി ഹെ അല്ലേ. രജിസ്ട്രേഷന് ശേഷം തൻ്റെ ആ ഒരു മണ്ണിൻ്റെ ആ ഭൂമിയുടെ മണ്ണിൻ്റെ ആ ഒരു ഗീലി സുഗന്ധയാത് ആ ഒരു സുഗന്ധം ഓർമ്മ വരണ ആ അച്ഛന് ഉസേ ലഗ്താ ഹെ കി ഇസ് വ്യാപാരി ജഗത് മേ വ കട്ട്കർ ഗിരേ ഹുയെ പേട് കി തരഹ് മൂല്യഹീൻ ഹോ ഗയാ ഹെ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ആ ഒരു കവിതയിൽ കറക്റ്റ് കാര്യങ്ങൾ പറയുന്നുണ്ട് മക്കളെ. അച്ഛന് തോന്നുകയാണ് ഈ വ്യാപാരി ജഗത്തിൽ ഈ വാണിജ്യത്തിൽ നിറഞ്ഞ ഒന്നും ബിസിനസ് മാത്രമായ ഈ ഒരു ലോകത്ത് ഞാൻ ഒരു മുറിഞ്ഞ മരം പോലെ കട്ടക്കർ ഗിരേ ഹോയോ മുറിച്ച് വെച്ച ഒരു മരത്തും കഴിഞ്ഞ് അത് കഴിഞ്ഞു അല്ലേ. പിന്നെ അതിന് വല്ല വിലയുണ്ടോ? ഇല്ല. അതാണ് ഒരു പേടിക്കിത്തര ഒരു മൂല്യമില്ലാത്ത വസ്തു പോലെ ആയിരിക്കുന്നു എന്നാണ് പറയുന്നത് അച്ഛൻ. ജമീൻ കെ നാം പർ വ അപ്നെ സപ്നോ ഭി അതായത് സപ്നോ സെ ഭി ദോ ആംഖേം ബേച്ച് രഹേ ഹേ എന്നാണ് പറയുന്നത്. എന്താണ്? തൻ്റെ ആ ഒരു ഭൂമിയുടെ പേര് പറഞ്ഞ് ജമീൻ കെ നാം പർ വ അപ്നെ സപ്നോ സെ അല്ലെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടതാണ്. അങ്ങനെ ആ സ്വപ്നങ്ങൾ കണ്ട അല്ലെങ്കിൽ ആ രണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് രണ്ട് കണ്ണുകൾ അല്ലേ. ആ രണ്ട് കണ്ണുകളാണ് വിൽക്കുന്നത് എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ? ഇത്രയും ഇതിൽ ഈ ഒരു ചാപ്റ്ററിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ നമ്മുടെ ഏകാന്ത് ശ്രീവാത്സവജി. അവരുടെ ചേച്ചിയുടെ കല്യാണമാണ്. ആ ചേച്ചിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് ആകെക്കൂടുള്ള ഭൂമി വിൽക്കുകയാണ്. ആ അച്ഛൻ്റെ ഒരു വേദനയാണ് പറയുന്നത്. വേറെ ഒന്നുമില്ല ഈ ഒരു ചാപ്റ്ററിൽ. ഞാൻ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സപ്നെ കാബി ഹക് നഹീം എന്ന് പറഞ്ഞിട്ടുള്ള എന്താണ് മക്കളെ? കവിതയാണ്. ഞാൻ പറഞ്ഞു കവിതയായാൽ എന്ന് മസ്റ്റാണടാ, ആസ്വാദനപ്പിടി മസ്റ്റാണടാ. നോക്കിയടാ, സപ്നെ കാബി ഹക് നഹീം കവിത എന്ന് പറയുന്നത് നമുക്കറിയാം ഹിന്ദി പ്രദേശ് ഹിന്ദി സാഹിത്യകാരവുമേ പ്രമുഖാണ് ഡോക്ടർ ജെ ബാബുജി. എൻ്റെ മക്കൾ ഓർമ്മിച്ച് വയ്ക്കുക, ഡോക്ടർ ജെ ബാബുജിക്ക് കവിത ഹെ സപ്നെ കാബി ഹക് നഹീം. ഈ ഇതിൽ കഠോർ സാമാജിക് സച്ചായി കോ ദിക്കാനെ വാലി കവിത ഹെ. ഇതെന്ന് പറയുന്നത് എന്താണ്? സമൂഹത്തിൽ ഈ സാമൂഹികമായിട്ട് ഈ നമ്മുടെ സമൂഹത്തിലുള്ള യാഥാർത്ഥ്യം, സച്ചായി യാഥാർത്ഥ്യം അത് കാണിച്ചു തരികയാണ് നമ്മുടെ കവി. മസ്ദൂരിൻ കാ സപ്ന കഠോർ യഥാർത്ഥ पर कैसे टूट जाता है इसका चित्रण इस कविता में हुआ है. ഒരു തൊഴിലാളിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ ഒരു സ്വപ്നം ആ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു അവസ്ഥയിൽ പൊട്ടിപ്പോകുന്നു. അതാണ് നമ്മളുടെ ഒരു ചിത്രമാണ് ഈ ഒരു കവിതയിലൂടെ കവി നമ്മളോട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ്? നോക്കിയ മക്കളെ, एक कमरे वाली झोपड़ी में रहने वाले एक मजदूर ने अपने बच्चों के सो जाने के बाद नए घर के सपने में लीन हो जाती है. ഇത് പറയുന്ന ഒരു തൊഴിലാളിയായ സ്ത്രീയാണ് മക്കളെ. ഈ തൊഴിലാളിയായ സ്ത്രീ എന്ത് ചെയ്യാണ്? തൻ്റെ ഒറ്റമുറി മാത്രമുള്ള ആ ഒരു കുടിലിൽ നിന്നുകൊണ്ട് കമരേ വാലി ഒരു പാവപ്പെട്ട ഒരു സ്ത്രീയാണ്. അവരുടെ വീട് എന്ന് പറഞ്ഞ ഒരു കൊച്ചു കുടിലാണ്. ആ കൊച്ചു കുടിലിരുന്നിട്ട് തൻ്റെ മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു സ്വപ്നം കാണുകയാണ്. ഒരു വലിയൊരു വീട് ഇങ്ങനെ സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണ് വീട്? ദോ മൻസിൽ വാലെ, 2 നിലയുണ്ട്.
2 നിലയുള്ള വീടാണ്. അതിലോ ബഹുത് സാരേ കമര, ഒരുപാട് മുറികളുണ്ട്. എന്തിനൊക്കെയാണ് മുറികൾ ഉള്ളത് മക്കളെ? ഇത് ക്വസ്റ്റ്യൻ വരും. ഗാനെ പീനേക്കെ കമര നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ? ഭക്ഷണം കഴിക്കുന്നതിനും കുടിക്കുന്നതിനും റൂം. സോനെ കാ കമര, ഉറങ്ങുന്നതിന് നമ്മുടെ ബെഡ്റൂമിനാണ് ഉദ്ദേശിക്കുന്നത്. രസോയി, അടുക്കളയുണ്ട്. പൂജേൻ്റെ മുറിയുണ്ട് അല്ലേ? പൂജ കാ കമര, ആദി സെ വിസ്തൃത ഗർഭ സപ്നെ മെങ്കീച്ചനയിലേക്ക്, അങ്ങനെയുള്ള സ്വപ്നങ്ങളൊക്കെ. വലിയൊരു വീടുണ്ട്, അതിൽ ഒരുപാട് റൂമുണ്ട്, ഡൈനിങ് റൂമുണ്ട്, ബെഡ്റൂമുണ്ട്, കിച്ചൺ ഉണ്ട്, എല്ലാം സെറ്റാണ്. ഫിർ മസ്ദൂരിൻ കാ സപ്ന കഠോർ യഥാർത്ഥ पर टूट जाते, ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവരുടെ സ്വപ്നം എന്താന്ന് യാഥാർത്ഥ്യത്തിൽ പൊട്ടിപ്പോവാണ്. കാരണം എന്താ? ഉസേ ലഗ്താ ഹേ കി ബാങ്ക് കി നോട്ടീസ് ആ ധമക്തി ഹേ. അപ്പോഴും പറയണം, ആ സ്വപ്നത്തിലും പറയണം. എന്താ പറയുന്നത്? ആ ബാങ്കിൻ്റെ നോട്ടീസ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടതാ വന്നിരിക്കുന്നു, ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നു എന്നുള്ളത്. ആകെ സപ്ന ദേഖ്ന ഭി ഉസ്കെ ലിയെ ഡരാവന ബൻ ജാതാ ഹേ. ഒരു സ്വപ്നത്തിൽ പോലും എന്തെങ്കിലും ഒരു സ്വപ്നം കാണാൻ പോലും അവകാശമില്ല എന്നറിയില്ല. ഒരു സ്വപ്നമെങ്കിലും ഞാൻ കണ്ടോട്ടെ, എന്തായാലും ഒരു റിയൽ ലൈഫിൽ നടക്കണില്ല. അപ്പോൾ ആ ഒരു തൊഴിലാളിയെ സ്ത്രീ സ്വപ്നമെങ്കിലും കാണാണ്. പക്ഷെ ആ സ്വപ്നത്തിലും ആ ജപ്തി നോട്ടീസ്, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് കേവൽ സ്വപ്ന ഹോത്താ ഹേ, സ്വപ്നം തന്നെയാണ്. സ്വപ്നെ കോയി ജാതിയാ ഭാഷ നഹീ ഹോത്തി. ജാതി ഉണ്ടോ? ഇന്ന ജാതിക്കാർക്ക് മാത്രമേ സ്വപ്നം കാണാമെന്നും പറയുന്നുണ്ടോ? ഇന്ന ഭാഷ മാത്രമാണ് സ്വപ്നം കാണാമെന്നുണ്ടോ? ഇല്ല. ഗരീബോं के लिए सपना भी हमेशा कठोर बन जाता है. ഒരു പാവപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മുടെ ഗരീബോं के लिए, പട്ടിണി പാവങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? കഠോരമാണ് എന്നാണ് പറയുന്നത്. ഇത്ര ഇതിൽ പറയുന്നുള്ളൂ സപ്നെ കാ ഭി ഹക്ക് നഹീ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കവിതയിൽ. മനസ്സിലായല്ലോ? ഇനി അടുത്ത ചാപ്റ്റർ മുർക്കി ഓഫ് ബുലാക്കി. മുർക്കി ഓഫ് ബുലാക്കി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. മുർക്കി ഓഫ് ബുലാക്കി എന്നുള്ളത് അമൃത പ്രീതംജിയുടെ പ്രസിദ്ധ കഹാനിയാണടാ. ഇതിലൊരു നിരാലംബ, ആരോരുമില്ലാത്തൊരു സ്ത്രീയുടെ സഫലമായിട്ടുള്ള യഥാർത്ഥ ചിത്രണമാണ് ഇവിടെ ആര് നടത്തിയിരിക്കുന്നത്? അമൃത പ്രീതംജി നടത്തിയിരിക്കുന്നത്. എങ്ങനെയാണ്? ഏത് സ്ത്രീൻ്റെയാണ്? ബച്പൻ മേ ഹി ഉസ്കാ മാതാജി മൃത്യു ഹുയി. ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചുപോയി. പിന്നെ അവൾ എവിടെയാണ് വളർന്നത്? ചാച്ചാക്ക് ഗർമേ ജീവൻ ബിത്തായ. പിന്നെ അവളുടെ അച്ഛൻ്റെ അനിയൻ്റെ വീട്ടിൽ, അതാണ് ചാച്ച, അവരുടെ വീട്ടിലായിരുന്നു നിന്നിരുന്നത്. പിന്നെ ഭാരവർഷയ്ക്ക് മുമ്പ് ഒരു 12 വയസ്സിലുള്ളപ്പോൾ അവരെവിടെ എത്തി? ആ ഒരു സ്ത്രീ, ആര് സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ബുർക്കി അല്ലെങ്കിൽ ബുലാക്കി, അവളുടെ വിളിപ്പേരാണ് അല്ലേ. ആരാണിട്ടത്? നമ്മുടെ രാജ്വന്തിയാണ് അല്ലേ. രാജ്വന്തിക്ക് ഗർ പഹുഞ്ച്, അതാണ് മാ അല്ലേ അതിൽ പറയുന്നത്. രാജ്വന്തിയുടെ അവിടെ ഒരു 12 വയസ്സുള്ളപ്പോൾ എത്തി. विवाह के 6 महीने पति द्वारा ഉപേക്ഷിത മുർക്കി ഫിർ രാജ്വന്തി കെ ഘർ പഹുഞ്ചതാ ഹെ. അങ്ങനെ വിവാഹത്തിന് ഒരു ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടി പോയില്ലേ. അങ്ങനെ 6 മാസത്തിന് ശേഷം അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ചു. അങ്ങനെ മുർക്കി പിന്നെയും അവിടെ എത്തി, രാജ്വന്തിയുടെ വീട്ടിലെത്തി. സ്ത്രീത്വ की रक्षा के लिए जिंदगी भर तड़पती रहने वाली ग्रामीण नारी की संघर्ष भरी कहानी हम गींजा है. ജിന്ദഗി ഭർ, ജീവിതത്തിലുടനീളം വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രാമീണ സ്ത്രീയുടെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു കഹാനിയാണ് ഇവിടെ പറയുന്നത്. ആര്? അമൃത പ്രീതംജി. ഇതിൽ പ്രമുഖ കഥാപാത്രങ്ങളാണ് മുർക്കി അല്ലെങ്കിൽ ബുലാക്കി, കുമാർ കി മാ, കുമാറിൻ്റെ അമ്മയായ രാജ്വന്തി മാ. ഇവരാണ് 3 കഥാപാത്രങ്ങൾ. ക്യാരക്ടറൈസേഷൻ ചോദിക്കും. എടാ നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതൊക്കെ കഥാപാത്രങ്ങൾ ചോദിച്ചാൽ മുർക്കി അല്ലെങ്കിൽ ബുലാക്കി, ഇത് രണ്ടും ഒരാളാണ്. കുമാറും ഉണ്ട്. കുമാറിൻ്റെ അമ്മ എന്ന് പറയുന്നതും രാജ്വന്തി മാ എന്ന് പറയുന്നതും ഒരാളാണ്. അപ്പം എന്താ നമുക്കറിയാം, രാജ്വന്തിക്ക് ഗർക്കി പുരാനി നൗകർക്കി ബേട്ടി. മുർക്കി എന്ന് പറയുന്നത് രാജ്വന്തിയുടെ വീട്ടിലെ പഴയൊരു വേലക്കാരൻ്റെ മകളാണ് അല്ലേ. മുർക്കി ഒരു ബുലാക്കി നാം രാജ്വന്തി മാനെ രഖ. അപ്പോൾ ഈ അച്ഛനാണ് വന്ന് ആരോട് ചോദിക്കുന്നത്? രാജ്വന്തിനോട് ചോദിക്കുന്നത്, ഒന്നെൻ്റെ മകൾ ഇവിടെ കൊണ്ടേ നിർത്തിക്കോട്ടെ അല്ലേ, അവളവിടെ ചാച്ചയുടെ വീട്ടിലാണ്, ഇപ്പോൾ 12 വയസ്സായെന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് എവിടെ എത്തുന്നത്? രാജ്വന്തിയുടെ വീട്ടിലെത്തുന്നത്. ഈ രാജ്വന്തിയാണ് അവൾക്ക് എന്ത് പേര് കൊടുക്കുന്നത്? മുർക്കി അല്ലെങ്കിൽ ബുലാക്കി എന്നുള്ള പേര് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ വളർന്നു വലുതായി 18 വയസ്സൊക്കെ ആയപ്പോൾ പിതാജി എന്ത് ചെയ്തു? സ്വാഭാവികമായിട്ട് എന്താവും? ഷാദി പക്കി, കല്യാണം ഉറപ്പിച്ചു. തോ മുർക്കി ഏക് ഷഹരി ലഡ്കി കെ സാത്ത് ഭാഗായി. ആരോടാണ് കല്യാണം ഉറപ്പിച്ചത്? ഏക് ദൂജ, ഒരു 2ാം വിവാഹക്കാരനോട്, നല്ല പ്രായമുള്ള ഒരു വ്യക്തിയോട്. പക്ഷെ അയാൾ നല്ല ധനാഢ്യനായിരുന്നു, റിച്ച് ആയിരുന്നു അല്ലേ. പക്ഷെ ആ സമയം മുർക്കി എന്ത് ചെയ്തു? ഒരു പട്ടണത്തിലെ പയ്യൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി. കുച്ച് മഹീനെ കിസി ഷഹർ മേ രഹി. അവൻ്റെ കൂടെ കുറച്ച് മാസങ്ങൾ അവൻ്റെ കൂടെ തങ്ങി. പിന്നെ അവൾ അവളുടെ ഭർത്താവ് അവളെ ചതിച്ചു. എന്നിട്ട് ഉസ്കി ആഞ്ചൽ സേ ഘർ കി ചാബി ഗോൽക്കർ ഉസേ സറായ് മേ ഹി ചോട് ദിയ.
അവളെ ഈ സാരിത്തുമ്പിൽ നിന്ന് അവർ വീടൊക്കെ ഉണ്ടാക്കിയിട്ട് അവളുടെ എല്ലാം വിട്ടിട്ട് വീടൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഒരു നിമിഷം ഇവളെ ചതിച്ചുകൊണ്ട് ഇവളുടെ സാരിത്തുമ്പിൽ നിന്ന് ആ വീടിൻ്റെ ചാവിയൊക്കെ എടുത്തിട്ട് അവളെ അവിടെ ഉപേക്ഷിച്ചിട്ട് അവൻ രക്ഷപ്പെട്ടു. അവളെന്ത് ചെയ്തപ്പോൾ കിസി ദയാലു വ്യക്തി സേ രാഖ ഭാടാലേക്കർ വ രാജവന്തി കെ ഹാം പहुंच. ഏതോ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് എന്ത് ചെയ്തു, വഴിച്ചിലവിനുള്ള കാശ് വാങ്ങിയിട്ട് എവിടെ എത്തി, രാജവന്തിയുടെ വീട്ടിലെത്തി. രാജവന്തി ഉസേ കോട്ടരയ്ക്ക് ചാബി ദിയ. രാജവന്തി എന്ത് ചെയ്തു, ആ ഒരു റൂമിൻ്റെ ചാവിയൊക്കെ കൊടുത്തു. ഇതിൽ നിന്ന് ആരും നിന്നെ തട്ടിപ്പറിച്ചെടുക്കില്ല, നീ മരിക്കുവോളം ഈ റൂമിൻ്റെ താക്കോലും റൂമും നിനക്കായിരിക്കുമെന്ന് പറഞ്ഞു. ബാദുമേം അവസാനം മുർക്കിക്ക് മരീക്കോ നഹലാത്തി വക്ത് രാജവന്തിക്ക് ഉസ് കോട്ടരയ്ക്ക് ചാബി മില. അവസാനം പുഴ കൊടുത്താണ്. അവസാനം ആ മുർക്കിയുടെ ശവശരീരം അല്ലെ, മരിച്ചു മുർക്കി, ആ മുർക്കിയുടെ ശവശരീരം കുളിപ്പിച്ചപ്പോൾ ആ സമയത്ത് മാത്രമാണ് ആർക്ക്, നമ്മുടെ രാജവന്തിക്ക് ആ റൂമിൻ്റെ ഒരു ചാവി കിട്ടിയത് എന്നാണ്. കാരണം അത്രയും സൂക്ഷ്മതയോട് കൂടിയിട്ട് ആ റൂമിൻ്റെ ചാവി അവൾ കൈക്കലാക്കി, അല്ലെങ്കിൽ കൈക്കലാക്കിയല്ല കേട്ടോ, സൂക്ഷിച്ചു വെച്ചു എന്നുള്ളതാണ് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ നമ്മുടെ മുർക്കി ഓഫ് ബുലാക്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഹാനി. ആരുടെ? അമൃത പ്രീതംജിയുടെ. എൻ്റെ മക്കൾ മറക്കരുത്, ബാക്കി ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമായിട്ട് മിസ് വരുന്നതാണ് മക്കളെ. എപ്പോൾ? 6:30. എൻ്റെ മക്കളെല്ലാവരും അവിടെ കാണണം. എൻ്റെ മക്കളെല്ലാവരെയും അവിടെ കാണണം. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ കൂട്ടിയിട്ട് വരണം. ഓക്കെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തത് ഹൈക്കു ആണ് മക്കളെ ഉള്ളത്. ഈ ഹൈക്കു എന്നുള്ളത് ഒരു ഹൈക്കു നോക്കിക്കേ, ജാപ്പനീസ് കവിതാരൂപമാണ്. ഫസ്റ്റത്തെ നബഗുഞ്ചാത്തി നീടഗിരേ ശിശുപ്പേ മണ്ടരാത്തിമ. ക്വസ്റ്റ്യൻ വരും 6 മാർക്കിന്, ഏതെങ്കിലും ഒരു ഹൈക്കു തരും, അതിൻ്റെ ഭാവാർത്ഥം ഏതാ ചോദിക്കും, ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഇനി ഇതാണ് ചോദിക്കണമെങ്കിൽ ഇങ്ങനെ എഴുതി വെച്ചാൽ മതി. ഫസ്റ്റത്തെ പാരഗ്രാഫ് എന്തായിരിക്കും? ജാപ്പാനി കാവ്യശൈലിയാണ് ഹൈക്കു. ആ ഹൈക്കുവിൻ്റെ കോപ്രചാർ ഹിന്ദിയിലാണ്. അതിൽ ഹിന്ദിയിൽ ഏറ്റവും കൂടുതൽ ഈ ഹൈക്കുവിന് ഒരു സ്ഥാനം കൊടുക്കുന്നതിൽ ഭഗവത് ചരൺ അഗ്രവാൾജിയുടെ വിശിഷ്ട യോഗ്ദാനം, ഒരുപാട് സംഭാവനകളുണ്ട്. ഇന്ദ്രധനുഷാണ് അദ്ദേഹത്തിന് പ്രമുഖ ഹൈക്കു സംഗ്രഹം. ഇത് കോമൺ ആണ്, എല്ലാ ഹൈക്ക് ചോദിച്ചാലും ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് കോമൺ ആണ്, അത് എഴുതി വെച്ചോളാം. ഈ രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താണ് ഇതിൽ പറയുന്നത്? നബഗുഞ്ചാത്തി, ആകാശം മുഴങ്ങുന്നു അല്ലെ, കൊടുങ്കാറ്റടിക്കുന്നു. നീടഗിരി ശിശുപ്പേ, എന്താണ് ആ കൂട് ആ ശിശുവിൻ്റെ മുകളിൽ വീണു, കുട്ടിയുടെ മുകളിൽ വീണു. ആകെ ചുറ്റിക്കറങ്ങി നടക്കുകയാണ്, എന്തെന്നില്ലാതെ അല്ലെ, എന്ത് ചെയ്യണമെന്നറിയാതെ അമ്മ പരിഭ്രാന്തി പിടിച്ച് നടക്കുകയാണ് എന്നുള്ളതാണ്. എന്താ പറയുന്നത് അതിൽ? അതാണ് ഇതിൽ പറയുന്നത്. ആകാശ് കോ ഗുഞ്ചാത്തി ഹുയി ഭീഷണാന്തിയായി, ആകാശം മുഴക്കിക്കൊണ്ട് കൊടും കാറ്റ് വന്നു. പ്രകൃതിയിലെ ഈ പ്രകോപനത്തിൽ ബഡേ ബഡേ പേട് നീച്ചകിർപ്പിടെ, വലിയ വലിയ മരങ്ങൾ കടപുഴുകി വീണു. ഉസ്കെ സാദ് വൃക്ഷോം കി ടഹനിയോം സെ പക്ഷിയോം കാ നീട് മീ നീച്ചകിർപ്പട. അതിൻ്റെ കൂടെ വൃക്ഷക്കൊമ്പുകളിൽ നിന്നും പക്ഷികളുടെ കൂട് താഴെ വീണു. നീടോം സെ ഗിരെ ചോട്ടി പക്ഷിയോ കൊ ചോടുക്കർ ഉൻകി മാ ഭാഗ് നഹീ ജാത്തി. തൻ്റെ മക്കളെ അവളവിടെ കിടന്നോട്ടെ, അവനവിടെ കിടന്നോട്ടെ എന്ന് പറഞ്ഞ് നമ്മളെ അമ്മമാർ നമ്മളെ ഉപേക്ഷിച്ച് പോവടോ? ഇല്ല. അതേപോലെ തന്നെ ആ പക്ഷി കുഞ്ഞിന് അമ്മയും ചെയ്തില്ല, ആ പക്ഷിയും ചെയ്തില്ല. വ ഉൻകെ പാസ് മണ്ടരാത്തിരത്തി, അവർ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ. അപ്പോൾ ഇതിൽ എന്താണെടാ പറയുന്നത്? അത് മൂന്നാമത്തെ പാരഗ്രാഫിൽ പറയടാ. എന്താ പറയുന്നത്? മാക്കെ പ്യാർ കെ ബാരേമേ. ഇതാണടാ ഇതെന്ന് കിട്ടുന്ന മെസ്സേജ്. അമ്മയുടെ സ്നേഹത്തെ കുറിച്ചിട്ടാണടാ ഈ ഹൈക്കൂൽ പറയുന്നത്. നിങ്ങളിത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ശിശുമ്മ, ഇത് ഒരു ഹൈക്ക് കിട്ടുമ്പോൾ ശിശുമ്മ, ആ ശിശുമ്മ ഇത് മറ്റേ അമ്മയുടെ സ്നേഹത്തെ കുറിച്ച് പറയുന്ന ഹൈക്കു അല്ലേ? അത്ര മതി, അത് മനസ്സിലായി നിങ്ങൾക്ക് സൂപ്പറായി നിങ്ങൾക്ക് എഴുതാൻ പറ്റും. കഹാ ഗയാ ഹൈ മാ കാ പ്യാർ അതുല്യ ഹൈ, അമ്മയുടെ സ്നേഹം അതുല്യമാണ്. ഏത് വിപത്തിയിലും വഹ് അപ്പനെ ബച്ചോം കോ നഹീ ചോർത്താ, ഏതൊരവസ്ഥയിലും ഏത് വിഷമഘട്ടത്തിലും തൻ്റെ മക്കളെ ഉപേക്ഷിച്ചിട്ട് ഒരു അമ്മയും കടന്നു പോകില്ല എന്നാണ് പറയുന്നത്. ഇനി അടുത്ത് നോക്കിയ മക്കളെ, അടുത്ത ഹൈക്കൂല് പറയുന്നത് ഭാദോം സരസേ പർ വിരഹിണി കാ സൂക്കാ അങ്കൻ. വിരഹം അത് നിങ്ങൾ മനസ്സിലാക്കുക. വിരഹിണിയാണ്. അപ്പോൾ വിരഹം, പതിവിരഹം, തന്നെ ഭർത്താവ് അടുത്തില്ല, ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് പാരഗ്രാഫ് അതേപോലെ മക്കളെ എഴുതുക. ഞാൻ മിസ് വായിക്കുന്നില്ല. നമുക്കറിയാം ഭാദ്രമാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭാദ്രവും സരസേ, ഭാദ്രമാസം എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം, നല്ല നിലാവൊക്കെ നിറഞ്ഞ നല്ല മഴയുള്ള നല്ലൊരു മാസമാണ്. എല്ലാം പ്രകൃതി ശോഭിച്ച് നിൽക്കുന്ന മാസമാണ്. ആ ഭാദ്രപദ മാസത്തിൽ
നല്ലൊരു കാലാവസ്ഥയായിരുന്നിട്ടും വിരഹിണിയുടെ മുറ്റ അവരുടെ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും ഉണങ്ങിയിരിക്കും. കാരണം എന്താ, തൻ്റെ ഭർത്താവ് അടുത്തില്ല. അതാണ് പറയുന്നത്, ഭാദ്രപദക്കെ മഹേനേമേ സാരേ പ്രകൃതി ശോഭിതരത്തെ, എല്ലാ പ്രകൃതി നല്ല ശോഭിച്ചു നിൽക്കും. സബ് കഹീം ആനന്ദ ഒരു ഖുഷി ഫലത്തി, എവിടെ നോക്കിയാലും സന്തോഷവും പരക്കുക. എന്നാൽ ലേക്കിൻ വിരഹിണി കാ ജീവൻ കാ അംഗൻ സദാ സൂഖാ രഹതാ ഹൈ. വിരഹിണിയുടെ ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും ഉണങ്ങി വരണ്ടിരിക്കും എന്നാണ് അർത്ഥം. അതെന്തെന്ന് വെച്ചാൽ ആഹോ അവർ പീഡാവുക്കെ, ദുഃഖവും വേദനയും നിറഞ്ഞതായിരിക്കും അവളുടെ ആ ഒരു ജീവിതം. കാരണം എന്താ, പതി അടുത്തില്ല, തൻ്റെ പതി അടുത്തില്ല, ഭർത്താവ് അടുത്തില്ല. പതി വിരഹക്കെ കാരണം സുഖ വരെ മൗസം ബ്യൂസ് കമൻ സൂക്കാരൂക്കാരത്താ ഹെ. തൻ്റെ ഭർത്താവ് അടുത്തില്ല എന്നിട്ട് എത്ര സുഖം നൽകുന്ന കാലാവസ്ഥയിൽ എപ്പോഴും അവളുടെ മനസ്സ് ഉണങ്ങിയിരിക്കും അല്ലേ. അപ്പം ഇതിന്ന് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, വിരഹം വിരഹത്തിൻ വേദനയറിയാൻ പ്രണയിക്കൂ ഒരു വെട്ടം അല്ലേ. ആ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ മക്കളെ, വിരഹത്തിൻ വേദന അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾ ആലോചിച്ചാൽ മതി. വിരഹയ്ക്ക് പീഡ ദർദനാഖ്, വിരഹത്തിൻ്റെ പീഡ എന്ന് പറയുന്നത് വേദന നിറഞ്ഞതാണ് എന്നാണ് ഈ ഒരു എന്തിൽ ഹൈക്കൂല് പറയുന്നത്. അടുത്ത മക്കളെ ഇത് നിങ്ങൾ ആലോചിച്ചാൽ മതി. മാൻ നമാൻ മേൻ തെരാ മെഹ്മാൻ വനേ ഭുട്ടാപ്പ. ഇത് കണ്ട നിങ്ങൾ ആലോചിക്കുക, ഇതിപ്പോൾ ഏത് ഹൈക്കുവാണ്? മെഹ്മാൻ എന്ന് പറഞ്ഞ അതിഥി, ആ ഭുട്ടാപ്പ എന്ന വാർദ്ധക്യം, ആ വാർദ്ധക്യം വരുന്നത് ഫസ്റ്റത്തെ അതേപോലെ തന്നെ എൻ്റെ മക്കൾ എഴുതി വെക്കുക. അടുത്ത് പറയുന്നത് എന്താണ്, ഹർ വ്യക്തി. നമുക്കറിയാം വാർദ്ധക്യം എന്ന് പറയുന്നത് വിളിക്കാതെ വരുന്ന അതിഥികളെ പോലെയാണ്. അത് എപ്പോഴും അയ്യോ എനിക്ക് വാർദ്ധക്യം വേണ്ട, എനിക്ക് മരണം വേണ്ട എന്ന് പറഞ്ഞാൽ എന്ത് വരാതിരിക്കവരില്ല. അതെന്താണ്, അത് നിശ്ചയമാണ്, പ്രകൃതിയുടെ നിയമമാണത്. അതാണ് പറയുന്നത്. ഹർ വ്യക്തി ബുഢാപ്പയ്ക്ക് അവസ്ഥാക്കോ അപ്പന ദുഷ്മൻ മാൻതാ ഹെ. ഓരോ വ്യക്തിയും ആ വാർദ്ധക്യത്തെ തൻ്റെ ശത്രുവായി കാണുന്നു. ലേക്കിൻ ഹം മാനേ എന്ന മാനേ, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ബുഢാപ്പ വാർദ്ധക്യം എന്ന് പറയുന്നത് ബിനാ ബുലായേ മെഹ്മാൻ കി തരഹ ഹമാരാ ജീവൻ മേ ആത്തെ ഹെ. വിളിക്കാതെ വരുന്ന അതിഥികളെ പോലെ അവർ കടന്നു വരുന്നു നമ്മുടെ ജീവിതത്തിൽ. ഇതിന് എന്താണ് മനസ്സിലാവുന്നത്? യെസ്, പരിവർത്തൻ, മാറ്റം എന്ന് പറയുന്നത് പ്രകൃതി നിയമമാണ്. ഓരോ ആളുകളും ഹർ ഏക കോസേ സ്വീകാരണ പടേക, എത്ര മാത്രമേ ഉള്ളൂ. വാർദ്ധക്യത്തെ നിങ്ങൾ അംഗീകരിക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ വരുവോ, കടന്നു വരും, അത് അത്രയും പറയുന്നുള്ളൂ കേട്ടാ. ഇനി ധന്യഹേ വർഷ ഖേത്തോമേ കവിതായേം ബോത്തേ കിസാൻ. ഇതെൻ്റെ മക്കൾക്ക് അറിയുണ്ടാവും. വർഷ എന്ന് പറഞ്ഞാൽ മഴ, ഇത് മറ്റേ ഹൈക്കു അല്ലേ. കിസാൻ എന്ന് പറഞ്ഞാൽ കർഷകൻ. എന്താണ് ആ ഒരു വർഷയുടെ മഴയുടെ മഹത്വത്തെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റത്തെ പാരഗ്രാഫ് അതേപോലെ നിങ്ങൾ എഴുതി വെക്കുക. ഭാവാർത്ഥം ചോദിക്കുകയാണെങ്കിൽ വർഷ എന്ന് പറയുന്നത് ജീവൻ ദാതാവാണ്, എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നതാണ്. കഠിൻ പ്രയത്ന കർത്തേ खेतों में नए जीवन की कविताएं रचने वाले या बोने वाले किसान के कारण वर्षा धन्य हो जाते हैं. കഠിൻ പ്രയത്നികർക്ക്, കഠിനമായ എല്ലാം മുറിയെ പണിയെടുക്കേണ്ട ആര്? നമ്മുടെ കർഷകർ, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട്. ആ കർഷകൻ കാരണം മഴ എന്താവാണ്, ധന്യയായി തീരുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇപ്പോൾ വിത്തൊക്കെ വിതച്ചു, മഴ ഇല്ലെങ്കിലുള്ള അവസ്ഥ ആലോചിച്ച് നോക്കും മക്കളെ. അതാ പറയുന്നത്, മഴ വരാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കും അല്ലേ. ആ മഴ എന്ന് പറയുന്നത് അപ്പോൾ ധന്യയാവുകയാണ് ചെയ്യുന്നത്. ആര് കാരണം? ആ കർഷകൻ കാരണം. ഇത്ര പറഞ്ഞുള്ളടയിൽ കണ്ട, നിങ്ങൾക്ക് എഴുതിക്കൂടെ? ഇത്രയുള്ളത് 6 മാർക്ക് ഷുവറാ. ഇനി അടുത്തത് ജബ് ബി കോയി ഫൂൽ ഗിലാ ബാഗ്മീം തൂ യാദായ. പൂവ്. ഇത് മറ്റേ ഹൈക്കു. എന്ത് ഹൈക്കു? ഫസ്റ്റത്തെ പാരഗ്രാഫ് അതേപോലെ എഴുതി വെക്കുക. എന്താ? പ്രേം കഭീ നഹീ മുർജാത്താ ഹെ. എപ്പോഴൊക്കെയാണോ പൂന്തോട്ടത്തിൽ ആ പൂ വിരിയുന്നത്, അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരികയാണ്. ഓർമ്മ വരികയാണ്? അതാ പറയുന്നത്, പ്രേമം ഒരിക്കലും നശിക്കുന്നില്ല. എനിക്ക് അവനെ കാണണ്ട, എനിക്ക് അവനെ ഓർമ്മയില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിരിഞ്ഞു പോകും. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അവരെ മറക്കുവോ? ഇല്ല. അതാണ് സ്നേഹം എന്നുള്ളത്, മറക്കില്ല മക്കളെ. പ്രേം കഭീ നഹീ മുർജാത്താ ഹെ. संयोग के क्षण में जो वस्तुएं प्रेमी प्रेमिका को सुख एवं खुशी प्रदान करती है. സംയോഗം, അവർ നല്ല സന്തോഷത്തിലായിരുന്ന സമയത്ത് എന്തൊക്കെ സാധനങ്ങളാണോ അവർക്ക് സുഖം പകരുന്നുണ്ടായിരുന്നത്, അതൊക്കെ അവർ പിരിയുമ്പോഴും ആ വസ്തുക്കളൊക്കെ കാണുമ്പോൾ അവർക്ക് എന്ത് ഓർമ്മ വരികയാണ്? വിരഹയ്ക്ക് അവസരാനെ पर अपने सुखद क्षणों की മധുര യാദേं ദിലാത്തി ഹെ. സുഖത്തിൻ്റെ ആ നിമിഷങ്ങളുടെ മധുരതരമായ ഓർമ്മകൾ പ്രദാനം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താടാ? ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താടാ? പ്രേമി പ്രേമികാക്കി മെന്മയും കാമുകന്മാരുടെ മനസ്സിൽ ഓർമ്മകൾ എപ്പോഴും നല്ല ലൈവായിട്ട് നിൽക്കുന്നറിയില്ലേ? അതാ പറയുന്നത്. ഒരിക്കലും ഞാൻ അവനെ മറന്നുവിട്ടാം, എനിക്ക് അവനൊരു ഓർമ്മയില്ല ഏട്ടാ എന്ന് പറഞ്ഞാൽ മറക്കോടോ? ഇല്ല.
അതാണ് പറയുന്നത്. അപ്പൊ പ്രേം കഭി നഹി മുർജാതാ ഹെ എന്നാണ് ഈ ഒരു ഹൈക്കൂലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കിയേ, ജിനെ ന ഹോത്താ ദർദ് കാ എഹ്സാസ് ആസു ഓസ് ഹെ എന്നാണ്. എന്താണ് ആ ഫസ്റ്റത്തെ പാരഗ്രാഫ് അത് എഴുതുക. അപ്പൊ ദർദ് എന്നാണ് വേദന. ഇന്ന ഹോത്താ, ആർക്കാണോ വേദന എന്നുള്ളത്, വേദന ഒന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ ദുഃഖം എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാത്തത്, അവർക്ക് മറ്റുള്ളവരുടെ ദുഃഖം കാണുമ്പോൾ ഒരു വില ഉണ്ടാവില്ല എന്നാണ്. അത്രയും പറയുന്നുള്ളടാ. നമുക്കറിയാം ഒരു നാണയത്തിന് ഇരുവശങ്ങളാണടാ സുഖവും ദുഃഖവും എന്ന് പറഞ്ഞാൽ. സുഖം ഉണ്ടെങ്കിൽ ദുഃഖം ഉണ്ടാവും, ദുഃഖം ഉണ്ടെങ്കിൽ സുഖം ഉണ്ടാവും. വേദന എന്ന് പറയാം, ആ സുഖത്തിൻ്റെ ആ ഒരു സുഖം നമുക്ക് അറിയണമെങ്കിൽ വേദന അപ്പുറത്ത് ഉണ്ടായതുകൊണ്ടല്ലേ. അതാണ് പറയുന്നത്, വേദന മൻകോ പവിത്ര ബനാത്തി ഹെ, വേദന മനസ്സിനെ പവിത്രമാക്കുന്നു. ജിസ്നെ അപ്പനെ ജീവൻ മേ ദർദ് കാ അനുഭവ് നഹീ കിയാ ഹെ വോ ആസു കാ മൂല്യ നഹീ ജാൻതാ ഹെ. ആരാണോ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വേദന എന്നുള്ളൊരു അനുഭവിക്കാത്തത് അല്ലെങ്കിൽ ആ ഒരു വേദന ഇല്ലാത്തതാവോ, വേദന അല്ല അതൊന്നും ഒരു വിലയില്ലാതെ കാണുന്നത്, അല്ലെങ്കിൽ അവർക്ക് ആരുടെ കണ്ണുനീരും കണ്ണുനീരിന് എന്താ ഒരു മൂല്യം ഉണ്ടാവില്ല. വേദനാക്കെ കാരൻ ഖുഷി ഓർ പ്യാർ കാ മഹത്വ ബഡ്താ ഹെ. ഞാൻ പറഞ്ഞു വേദന കാരനാണ് സന്തോഷത്തിൻ്റെയും ഖുഷി ഓർ പ്യാർ സ്നേഹത്തിൻ്റെയും മഹത്വം വർദ്ധിക്കുന്നത്. ജോ ഇസെ പഹചാൻതെ നഹീം, ആരാണോ അത് തിരിച്ചറിയാത്തത്, ഉസ്കെ സാമനെ ആസൂ ഭി ഉസ്കെ സമാൻ ഹെ, അവരുടെ മുന്നിൽ ഈ ഒരു ഹാസു എന്താ പറയാ, കണ്ണുനീരെന്താ ഹോസ്കെ വെറും മഞ്ഞുകളാണ്. കാരണം ഒരു വിലയില്ല. അർത്ഥാത് ആസു കാ കോയി മൂല്യ നഹീ ഹെ, കണ്ണുനീരിന് ഒരു വിലയുണ്ടാവില്ല. മറ്റുള്ളവൻ്റെ ദുഃഖത്തിനോ മറ്റുള്ളവൻ്റെ കണ്ണുനീരിനോ ഒരു വിലയുണ്ടാവില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായല്ലോ ഈ ഹൈക്കു? ഈ 6 ഹൈക്കു എത്ര സിമ്പിളാലേ. ഇതൊന്ന് ജസ്റ്റ് വേർഡ് എൻ്റെ മക്കൾ ഇങ്ങനെ ഓർമ്മിച്ച് വെക്കുക, നേരെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്ത ലാസ്റ്റ് ചാപ്റ്റർ ആണ് മക്കളെ. ലാസ്റ്റ് ചാപ്റ്റർ നമ്മുടെ കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കി, ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയാണടാ. ആരുടെയാണടാ? നമ്മുടെ ONV കുറുപ്പിൻ്റെ ആണടാ. ആരാടാ ട്രാൻസ്ലേറ്റ് ചെയ്തത്? ഡോക്ടർ എസ് തങ്കമണി അമ്മയാണ് ഹിന്ദിയിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തത്. നമുക്കറിയടാ, കവിതയായാൽ ആസ്വാദനപ്പിണി മസ്റ്റാണ്. ഇതിൽ പറയുന്ന നമ്മുടെ യൂണിറ്റ് പ്ലാൻ അനുസരിച്ച് നമ്മുടെ ഈ ഡിസംബർ വരെയുള്ള ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഹൈക്കു വരെയാണ്. പക്ഷേ ഈ ഒരു എക്സാമിന് നിങ്ങൾക്ക് കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കി വരെ നിങ്ങൾ നോക്കി പോവാം. കാരണം ഫെബ്രുവരി വരെയാണ് നിങ്ങളുടെ യൂണിറ്റ് പ്ലാൻ വരെ ഉള്ളത്. പക്ഷേ ജനുവരി ഫെബ്രുവരി എന്ന് പറഞ്ഞാൽ കുറേ പ്രാക്ടിക്കൽ എക്സാം, മോഡൽ എക്സാം ഫെബ്രുവരി 15-നൊക്കെ സ്റ്റാർട്ട് ചെയ്യല്ലേ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു യൂണിറ്റ് പ്ലാൻ എന്ന് പറഞ്ഞത് അത്ര വർക്കൗട്ട് ആവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്ററിന് കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കി വരെ നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് കൊടുത്തിട്ടുള്ളത്. നോക്കിയ മക്കളെ, ഈ കവിതയുടെ ആസ്വാദനപ്പെട്ട് എഴുതുമ്പോൾ നമുക്കറിയടാ, ഫസ്റ്റത്തെ പാരഗ്രാഫ് കവിനെ കുറിച്ചും കവിതയെ കുറിച്ചും പറയാം. ശ്രീ ONV കുറുപ്പ് മലയാളക്ക് ലോകപ്രിയ കവി ഹെ. ONV കുറുപ്പ് മലയാളത്തിൽ ലോകപ്രിയനായിട്ടുള്ള കവിയാണ്. ഭൂമിക്ക് ഒരു ചരമഗീതം എന്നുള്ള അദ്ദേഹത്തിന് പ്രസിദ്ധമായ കവിത സംഗ്രഹമാണടാ. കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കി കവിത മേ ഫൂൽ ബേച്ച്നെ വാലെ ലടുക്കി കി ബേബസി ക ചിത്രനെ, പൂ വിൽക്കാൻ വരുന്ന ഒരു പാവപ്പെട്ട കുട്ടിയുടെ നിസ്സഹായാവസ്ഥയുടെ ചിത്രമാണ് അവിടെ കാണപ്പെടുന്നത്. എങ്ങനെയാണ്, എന്ത് ചിത്രനാടാ? മന്ത്രമേ ആരാധനയ്ക്ക് ലിയാനെ വാല ഭക്ത് കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലടുക്കി കോ ദേഖ്താ ഹെ. അമ്പലത്തിൽ നമ്മുടെ ONV കുറുപ്പ് പോയപ്പോൾ ഗോവയിൽ ഒരു ശ്രീ മങ്കേഷ് മന്ദിറിൽ പോയ സമയത്തുള്ള ഒരു ഇൻസിഡൻ്റ് ആണ് ഒരു കവിതയായി പിറന്നത് കേട്ടോ മക്കളെ. അവിടെ ഈ ആമ്പൽപ്പൂവാണ് അവിടുത്തെ ഭഗവാൻ പ്രതിഷ്ഠ, ഒരു ഇഷ്ടപ്പെട്ട ഒരു നൈവേദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ നൈവേദ്യം കുറേ പേര് ആമ്പൽപ്പൂ ഇങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു ആരെ കാണാണ് നമ്മുടെ ONV കുറുപ്പ് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ കാണാണ്. ആ കുട്ടിയുടെ അല്ലേ, അങ്ങനെ ആരാധനയ്ക്ക് വേണ്ടി വരുന്ന ഭക്തൻ കുമുദ് ഫൂൽ ആമ്പൽപ്പൂ വിൽക്കുന്ന പെൺകുട്ടിയെ കാണുന്നു. ലടുക്കിയുടെ ബുരി ഹാലത്ത്, ഒരു അവസ്ഥ അല്ല, ദുരവസ്ഥ കാണുമ്പോൾ ലടുക്കിക്ക് ഫൂൽ കാ പൈസ ദേത്താ ഹെ, പൂവിൻ്റെ പൈസ കുട്ടിക്ക് കൊടുക്കുന്നു. പക്ഷെ എന്ത് കൊടുക്കുന്നില്ല? ഫൂൽ നഹീ ലേത്തെ ഹെ. എന്താണ്? ഫൂലിനെ പൂക്കൾ മേടിക്കുന്നില്ല, ആമ്പൽപ്പൂ മേടിക്കുന്നില്ല, അതിനുള്ള പൈസ അവൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഉസേ ലഗ്താ ഹെക്ക്. അപ്പം എന്താണ് കവി പറയുന്നത്? ഫൂൽ ഓർ ലടുക്കി മുർജായാ ഗയാ ഹെ. രണ്ടും പാടിയിരിക്കുന്നു. കാരണം എന്താ? ആ ഒരു ആമ്പൽപ്പൂ, ആ ചെറിയൊരു പെൺകുട്ടി ആ ഒരു ആമ്പൽപ്പൂ ഒക്കെ വിൽക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ആ കുട്ടിയുടെ വീട്ടിലെ അവസ്ഥ എന്തായിരിക്കും? അത്ര പാവപ്പെട്ട വീട്ടിലെ കുട്ടിയായിരിക്കും അല്ലേ. ഈ ഒരു അന്നത്തിന് വേണ്ടിയിട്ടാണ് ആ കുട്ടി വരുന്നത്. അപ്പോൾ പറയണേ, എന്താ നമ്മുടെ കവി പറയുന്നത്? ഭക്ത് കോ ലഗ്താ ഹെ കി ഭഗവാൻ കോ ഫൂൽ ദേനെ സെ അച്ഛാ ഹെ എക് ഗരീബ് ലടുക്കിക്ക് സഹായത. കാരണം എന്തിനാണ് ഭഗവാന് പൂവ്? അതിനേക്കാൾ നല്ലത് ഞാനൊരു പാവപ്പെട്ട പെൺകുട്ടിയെ സഹായിച്ചിരിക്കുന്നു എന്ന ഒരു ആശ്വാസത്തോടു കൂടി നമ്മുടെ കവി അല്ലെങ്കിൽ ലേഖകനല്ല, നമ്മുടെ കവി അല്ലെങ്കിൽ ONV കുറുപ്പ് കടന്നു പോവുകയാണ് ചെയ്യുന്നത്.
നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ ആജ് സമാജ് മേ പ്രാസംഗിക ധാരകനെ വാലി കവിത ഹേ. നല്ല റെലവൻ്റ് ആയിട്ടുള്ള അല്ലെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നല്ല റെലവൻ്റ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഈ കുമുദ് ഫൂൽ ബേച്ച്നെ വാലി ലഡ്കി എന്ന് പറഞ്ഞ മാനവതാ കി രക്ഷാ കർണ ഹർ നാഗരിക കർത്തവ്യേ. ഒരു മനുഷ്യത്വം വേണമെന്നുള്ളത്, ഓരോരുത്തരെയും മനുഷ്യനെ സേവിക്കണം അല്ലെ, അവരെ രക്ഷിക്കണം എന്നുള്ളത് ഓരോ പൗരന്മാരുടെയും കർത്തവ്യമാണ്. സരള ഭാഷയിൽ ഗരീബോ കി ഹാലത്ത് കോ സുധാർനെ കാ കർത്തവ്യ കോ കവി വ്യക്തി കിയാ ഹെ. അതായത് സരളമായ ഭാഷയിൽ പറയുകയാണെങ്കിൽ പാവപ്പെട്ടവരുടെ ആ ഒരു അവസ്ഥയൊക്കെ എന്ത് ചെയ്യാൻ നിങ്ങൾ സുധാരണയ്ക്കില്ല, എല്ലാറ്റിനും ഒരു പരിഹാരം കാണാനുള്ള നിങ്ങളെല്ലാവരും അതിന് മുന്നോട്ട് വരണം എന്നാണ് പറയുന്നത് ആര്യ കവിതയിലൂടെ. ഒരുപാട് പാവപ്പെട്ട കുട്ടികളുണ്ട്, അവരൊക്കെ സഹായിക്കാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരണം എന്നാണ് ഈ ഒരു കവിതയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. മക്കളെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ക്രിസ്മസ് പോർഷൻ എന്ന് പറഞ്ഞാൽ. നാളത്തെ എക്സാം നമുക്ക് കലക്കട 12 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഈ ഒരു എക്സാമിനുള്ളത്. 12 ചാപ്റ്റേഴ്സിൻ്റെയും എക്സ്പ്ലനേഷനാണ് മിസ് ഇവിടെ പറഞ്ഞു തന്നത്. ഓരോ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് മനസ്സിലായല്ലോ. എങ്ങനെയുണ്ട്? ഇതേപോലെ പോരെ അല്ലേ? ഇതേപോലെ നിങ്ങൾക്ക് പോരെ, കാരണം എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ഏകദേശം ഒരു എന്താ പറയുക സമ്മറൈസ് ചെയ്ത് അല്ലേ നമ്മൾ ഏറ്റവും ചുരുക്കിയിട്ടാണ് മിസ് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ് സാധനങ്ങൾ നമ്മൾ ആസാദിൻ്റെ പിടി, പത്ര, ഡയറി, പോസ്റ്റർ, വിജ്ഞാപനം, ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതുമായിട്ട് മിസ് 6:30 ലൈവ് ഉണ്ടായിരിക്കും. മക്കളെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇനി ഏത് ലെറ്റർ ചോദിച്ചോട്ടെ, ഏത് ഡയറി ചോദിച്ചോട്ടെ, ഏത് ആസ്വാദൻ്റെ പിന്നെ ചോദിച്ചോട്ടെ, ഇനി ഏത് വിജ്ഞാപനം ചോദിച്ചോട്ടെ, ഏത് പോസ്റ്റർ ചോദിച്ചോട്ടെ, അതിലൊക്കെ എഴുതാൻ പറ്റിയ കോമൺ കാര്യങ്ങളുമായിട്ട് മിസ്സ് വരുന്നതാണ് 6:30. എൻ്റെ മക്കൾ മിസ്സ് ചെയ്യരുത്, എല്ലാവരും അവിടെ ഹാജരാവുക. ആരെയും കൂട്ടിയിട്ട്, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ചാപ്റ്റേഴ്സ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും 6:30 ലൈവിൽ നമുക്ക് ഉഷാറാക്കാം. നാളത്തെ എക്സാം നമുക്ക് പൊട്ടിക്കാം എന്നൊക്കെ പറയില്ലേ, 80ൽ 80 മാർക്ക് വാങ്ങാം. ഓക്കെ, അപ്പം എല്ലാവർക്കും നമ്മുടെ 6:30 ലൈവിന് എല്ലാവർക്കും അവിടെ നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ധന്യവാദ് ബച്ചോ.